സെറ്റ് ഫ്രാക്ഷൻ കൂട്ടാനോ കുറയ്ക്കാനോ മാത്രം ചേർത്ത് വെക്കുമ്പോൾ 5 1 6 പിന്നെ 8/55 21 ഡിഗ്രി പ്രിലിംസിന്റെ ഫേസ് 1. അതായത് ഈ 5 പേര് ആരോഹണ ക്രമത്തിൽ എഴുതുക. ഇത് വരാനുള്ള എല്ലാ സാധ്യത സ്ഥിരം റിപ്പീറ്റ് ആവുന്ന ഒരു മുകളിൽ എഴുതുക, ഗുണനഫലം എടുത്ത് താഴെ എഴുതുക, കഴിഞ്ഞു. 2023 ഡിഗ്രി പ്രിലിംസിന്റെ ഫേസ് 2 വന്ന സംഖ്യകളുടെ കൺസെപ്റ്റ് മുഴുവൻ അറിയാമെങ്കിൽ മാത്രമേ. എല്ലാവർക്കും നമസ്കാരം, എൻ്റെ പേര് ജെറിൻ. നിങ്ങളെ ഏവരെയും ട്രിക് ടേണിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ഒരു ക്ലാസ് കൊണ്ട് നമ്മുടെ ഡിഗ്രി ലെവൽ പ്രിലിംസ് അതുപോലെ തന്നെ മെയിൻസ് പരീക്ഷകൾക്ക് ഭിന്നസംഖ്യകൾ എന്ന് പറയുന്ന ടോപ്പിക്കിന്റെ കീഴിൽ നിന്ന്, അതായത് ഫ്രാക്ഷൻസ് എന്ന് പറയുന്ന ടോപ്പിക്കിന്റെ കീഴിൽ നിന്ന് ഏതൊക്കെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ടോ മുഴുവൻ മുൻവർഷ ചോദ്യങ്ങളും നമ്മൾ ഈ ഒരു ക്ലാസ് കൊണ്ട് പഠിച്ചു മാറും. ഫ്രാക്ഷൻസുമായി വന്ന ഇതുവരെ ചോദിച്ചിട്ടുള്ള എല്ലാ ഡിഗ്രി ലെവൽ പ്രിലിംസ് ആയിക്കോട്ടെ മെയിൻസ് ആയിക്കോട്ടെ ഈ പരീക്ഷകൾക്ക് ഇതുവരെ ചോദിച്ചിട്ടുള്ള എല്ലാ ചോദ്യങ്ങളും ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ എല്ലാവരും ആദ്യ അവസാനം വരെ ഈ ക്ലാസ് കാണാനായിട്ട് ശ്രമിക്കുക. പറയുന്ന ഓരോ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക, കൃത്യമായും നോട്ടിൽ എഴുതി വെക്കുക, സ്വന്തമായിട്ട് ചെയ്തും കൂടെ നോക്കുക, സെറ്റാവും. ഇനി വരാൻ പോകുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, SI, അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, കമ്പനി ബോർഡ് അസിസ്റ്റന്റ് തുടങ്ങിയ ഡിഗ്രി ലെവൽ പ്രിലിംസ് പരീക്ഷയ്ക്ക് അതുപോലെ തന്നെ അതിൻ്റെയൊക്കെ മെയിൻസ് പരീക്ഷയ്ക്ക് ഈ ഒരു ക്ലാസ് 100% നിങ്ങളെ സഹായിക്കും. അപ്പോൾ ക്ലാസ്സിലോട്ട് കിടക്കുന്നതിന് മുമ്പ് ഞാൻ എന്നും പറയുന്ന കാര്യം ഒന്നുകൂടെ പറയുകയാണ്. നമ്മുടെ ചാനലിൽ നിങ്ങൾ ആദ്യമായിട്ടാണെങ്കിൽ ഈ ക്ലാസ് ഉപകാരപ്പെട്ടാൽ മാത്രം തീർച്ചയായും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് മറ്റുള്ളവർക്ക് ഈ ക്ലാസ് ഉപകാരപ്പെടുമെന്ന് തോന്നിയാൽ അവർക്ക് ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടാനായിട്ട് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് കാര്യം, നമുക്ക് ഒരു ടെലിഗ്രാം ചാനലുണ്ട്. ടെലിഗ്രാം ചാനലിൻ്റെ പേര് ട്രിക് ടേൺ എന്ന് തന്നെയാണ്. ടെലിഗ്രാമിൽ സെർച്ച് ചെയ്യാൻ പറ്റുമല്ലോ, മേളിൽ ആ ആപ്പ് തുറന്നിട്ട് സെർച്ച് ചെയ്യുന്നിടത്ത് TRIG സ്പേസ് ഇട്ട് TURN എന്ന് സെർച്ച് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ആ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാനായിട്ട് പറ്റും. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എക്സ്ട്രാ ടെലിഗ്രാം ചാനലിലൂടെ കൊടുക്കുന്നുണ്ട്. അതിപ്പോൾ വർക്കൗട്ട് ചോദ്യങ്ങളായിക്കോട്ടെ, മെറ്റീരിയൽസ് ആയിക്കോട്ടെ, ഒക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ മാക്സിമം നിങ്ങൾ പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. പിന്നെ ഇനി നിങ്ങൾക്ക് ഇങ്ങനെ സെർച്ച് ചെയ്ത് കിട്ടിയില്ല എങ്കിൽ നമ്മുടെ എല്ലാ വീഡിയോയുടെയും ഡിസ്ക്രിപ്ഷനിൽ ഈ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഉണ്ട്. അതുവഴി വേണമെങ്കിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ സമയം കളയാതെ നമുക്ക് ഭിന്നസംഖ്യയുടെ ഒന്നാമത്തെ ചോദ്യത്തിലോട്ട് പോകുന്നു. 2023 ഡിഗ്രി പ്രിലിംസിന് വന്ന ചോദ്യമാണ്. ചോദ്യം ഇങ്ങനെയാണ്: വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫ്രാക്ഷൻസ് ഈസ് ദ സ്മോളസ്റ്റ്? മലയാളത്തിൽ പറഞ്ഞാൽ താഴെ തന്നിരിക്കുന്നവയിൽ ഏത് ഭിന്നസംഖ്യയാണ് ചെറുത്? ഇതിനകത്തൊന്ന് ചെറുതാണ് വേണ്ടിയത്. 11/9, 11/7, 11/10, 11/6 ഇതാണ് ചോദ്യം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇത് പല രീതിയിൽ ചെയ്യാനായിട്ട് പറ്റും. ഇത് മേളിൽ 0 ഇടാൻ പറ്റും, ക്രോസ് ചെയ്തൊക്കെ നോക്കാനായിട്ട് പറ്റും. ഭിന്നസംഖ്യയുടെ വലിപ്പ ചെറുപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ ഇതൊന്ന് സൂക്ഷിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇവരുടെ എല്ലാം അംശം തുല്യമാണ്. കണ്ടോ, ന്യൂമറേറ്റർ 11/9, 11/7, കണ്ടോ 11/10, 11/6. ഇവരുടെ എല്ലാം അംശം തുല്യമാണ്. മേളിൽ എല്ലായിടത്തും ന്യൂമറേറ്റർ എല്ലായിടത്തും 11 മക്കളെ, ഒരു സിമ്പിൾ റൂള് പറയാം. ഇനി എന്തായാലും ന്യൂമറേറ്ററെ നോക്കി ഇവരിൽ വലിപ്പച്ചെറുപ്പം പറയാൻ നമുക്ക് പറ്റത്തില്ല, കാര്യം മേളിൽ എല്ലായിടവും സെയിം ആണ്. അപ്പൊ സിമ്പിളായിട്ട് റൂള് പറയാം. അംശം തുല്യമായ ഭിന്നസംഖ്യകളാണെങ്കിൽ, ഒന്നുകൂടെ പറയുന്നു, അംശം തുല്യമായ ഭിന്നസംഖ്യകളാണെങ്കിൽ വലിയ സംഖ്യയ്ക്ക് ചെറിയ ഛേദവും ചെറിയ സംഖ്യയ്ക്ക് വലിയ ഛേദവും കൊടുക്കുക. ഒന്നുകൂടെ പറയുന്നു, വലിയ സംഖ്യ വേണമെങ്കിൽ ചെറിയ ഛേദവും ചെറിയ സംഖ്യ വേണമെങ്കിൽ വലിയ ഛേദം. അപ്പൊ ഇവിടുത്തെ ഛേദം ആരൊക്കെയാ? 9 ഉണ്ട്, 7 ഉണ്ട്, 10 ഉണ്ട്, 6 ഉണ്ട്. അപ്പൊ ഇതിനകത്ത് നിന്ന് വലിയ സംഖ്യയാണ് വേണ്ടതെങ്കിൽ ചെറിയ ഛേദം എടുക്കുക. ഈ കൂട്ടത്തിലെ ചെറിയ ഛേദം എന്ന് പറയുന്നത് 6. ചെറിയ സംഖ്യയാണ് വേണ്ടതെങ്കിൽ വലിയ ഛേദം എടുക്കുക. ഈ കൂട്ടത്തിലെ വലിയ ഛേദം എന്ന് പറയുന്നത് 10. നമുക്ക് മക്കളെ ചെറിയ സംഖ്യയാണ് വേണ്ടിയ, സ്മോളസ്റ്റ്. അപ്പൊ വലിയ ഛേദം എടുത്തു. നമ്മുടെ ഉത്തരം 11/10. ഓക്കെയാണ്, മുമ്പോട്ട് പോവാം. ഇനി നിങ്ങൾ സ്വാഭാവികമായും മനസ്സിലാലോചിക്കുന്ന ഒരു കാര്യം, ഐഡിയ ഒക്കെ കിട്ടി, ഇതിൻ്റെ പിന്നിലുള്ള ലോജിക്ക് എന്താ? ഞാൻ കുറച്ച് സംഖ്യകൾ വെറുതെ എഴുതാൻ പോവാണേ,
നോക്കിക്കോണം. 10/2, 10/3, 10/4, 10/5. ഇതെല്ലാം ഭിന്നസംഖ്യയാണ്. ഇവരുടെ എല്ലാം മേളിൽ 10 ഇവരുടെ എല്ലാ അംശം തുല്യമാണ്. 10/2 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഛേദത്തിൽ ഒരു സംഖ്യ വരിക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഹരിക്കാന്ന്. 10/2 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം 10നെ 2 കൊണ്ട് ഹരിക്കാം. 10നെ 2 കൊണ്ട് ഹരിച്ചാൽ 5. 10നെ 3 കൊണ്ട് ഹരിക്കാം. 10നെ 3 കൊണ്ട് ഹരിച്ചാൽ ഹരിച്ചു നോക്ക് 3.3 ആയിരിക്കും കിട്ടുക. 10നെ 4 കൊണ്ട് ഹരിക്കുക. 10നെ 4 കൊണ്ട് ഹരിച്ചാൽ ഹരിച്ചു നോക്ക് 2.5 ആയിരിക്കും കിട്ടുക. 10നെ 5 കൊണ്ട് ഹരിച്ചാൽ ഹരിച്ചു നോക്ക് നമുക്ക് 2 ആയിരിക്കും കിട്ടുക. അതായത് താഴെ ഒരു സംഖ്യ വരിക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മേളത്തെ സംഖ്യ ഹരിക്കാന്ന്. ഇതൊരു റൂളല്ലേ. ചെറിയ സംഖ്യ കൊണ്ട് ഹരിക്കുമ്പോൾ വലിയതും വലിയ സംഖ്യ കൊണ്ട് ഹരിക്കുമ്പോൾ ചെറുതും കിട്ടും. കണ്ടോ? ചെറിയ സംഖ്യ കൊണ്ട് ഹരിക്കുമ്പോൾ വലിയത് 5. ഇനി വലിയ സംഖ്യ കൊണ്ട് ഹരിച്ചപ്പോൾ ചെറുത് 2. കണ്ടോ? ഒരേ സംഖ്യയെ കണ്ടോ 10നെ ചെറിയ സംഖ്യ കൊണ്ട് ഹരിച്ചാൽ നമുക്ക് വലിയതാ കിട്ടുക. ഒരേ സംഖ്യയെ 10നെ വലിയ സംഖ്യ കൊണ്ട് ഹരിച്ചാൽ നമുക്ക് ചെറുതാ കിട്ടുക. അതുകൊണ്ടാണ് പറയുന്നത് താഴത്തെ സംഖ്യകളെ നോക്കിയെടുക്കുമ്പോൾ വലുതിന് ചെറുതും ചെറുതിന് വലിയതും ഒക്കെയാണോ? അപ്പോൾ ഒന്നുകൂടെ പറയുന്നു, ഇതിൻ്റെ അകത്തിൽ ആരാ സ്മോളസ്റ്റ്? നമ്മൾ നോക്കിയപ്പോൾ ഇവരുടെ എല്ലാ അംശം തുല്യമാണ്. മക്കളെ, അംശം തുല്യമാണ്. നമ്മൾ ഇവരുടെ ഛേദത്തെ നോക്കുന്നു. ഛേദം നോക്കുന്നു. വലിയ സംഖ്യയ്ക്ക് ചെറിയ ഛേദവും ചെറിയ സംഖ്യയ്ക്ക് വലിയ ഛേദവും. ഇവിടെ ചെറിയ സംഖ്യ വേണ്ടത്. സോ നമ്മൾ വലിയ ഛേദം എടുത്തു. നമ്മുടെ ഉത്തരം 11/10 സെറ്റാണ്. മുമ്പോട്ട് വാ. ഞാനൊരു ക്വസ്റ്റ്യൻ കൂടെ എഴുതട്ടെ, നിങ്ങളൊന്ന് ട്രൈ ചെയ്യാവോ? 501/117, 501/89, 501/67, 501/419. ഇതിൽ ആരാ വലിയത് ആരാ ചെറുത് എന്ന് നമുക്കൊന്ന് ട്രൈ ചെയ്യാം. എന്തു പറയുന്നു? ഓക്കെ, നിങ്ങളെ കണ്ടപ്പോഴേ മനസ്സിലായി എല്ലാവരുടെയും അംശം തുല്യമാണ്. അപ്പൊ താഴെ നോക്കിയേ നമുക്ക് എടുക്കാൻ പറ്റൂ. ഛേദത്തിൽ നോക്കി ലോജിക്ക് പറഞ്ഞാൽ ഛേദം ഹരിക്കാന്ന് അർത്ഥം. ചെറുതുകൊണ്ട് ഹരിച്ചാൽ വലുതും വലുതുകൊണ്ട് ഹരിച്ചാൽ ചെറുതും കിട്ടും. അപ്പോൾ അംശം തുല്യമാണെങ്കിൽ ചെറിയ സംഖ്യ വേണമെങ്കിൽ വലിയ ഛേദം എടുക്കണം. ഇവിടുത്തെ ചെറിയ സംഖ്യ ആരാന്ന് ചോദിച്ചാൽ 501/419. വലിയ സംഖ്യ ആരാന്ന് ചോദിച്ചാൽ ചെറിയ ഛേദം എടുക്കണം. ചെറിയ ഛേദം 67. 501/67 ആണ് ഇക്കൂട്ടത്തിലെ വലിയ സംഖ്യ. അങ്ങനെയാണ് ഞാൻ ഒരു കാര്യം കൂടെ എഴുതാനായിട്ട് പോകും. ശ്രദ്ധിക്കണേ, ഒരു കാര്യം കൂടെ നോക്കണം. 87/91, 81/91, 85/91, 69/91. ഇതിലാരാ വലിയത് ആരാ ചെറുത് എന്ന് നമുക്ക് നോക്കാം. മക്കളെ, ഇത് വളരെ സിമ്പിളായ ചോദ്യമാണ്. വരാൻ ഒരു സാധ്യതയില്ല. പിന്നെ ഇത് പറഞ്ഞപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ പറയുന്നതേ ഉള്ളൂ. മക്കളെ, ഇവിടെ അംശമല്ല തുല്യം, ഛേദമാണ് തുല്യം. നോക്കിയേ, ഇവിടുത്തെ ഛേദം 91, ഇവിടെയും 91, ഇവിടെയും 91, ഇവിടെയും 91. മക്കളെ, ഛേദം തുല്യമാണ്. ഇത് നോർമലായങ്ങ് എടുത്താൽ മതി. ഒന്നുകൂടെ പറയുന്നു, ഛേദം തുല്യമാകുന്ന ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയില്ല. വളരെ സിമ്പിളാണ്. ഛേദം തുല്യമാണ്. നോർമലായി വലിയ സംഖ്യ വേണോ വലിയ അംശം? കരീന് ഛേദത്തെ നോക്കാൻ പറ്റൂല, തുല്യമല്ലേ. ഇവിടുത്തെ അംശം 87, 81, 85, 69. വലിയ സംഖ്യ വേണമെങ്കിൽ വലിയ അംശം എടുക്കണം. ചെറിയ സംഖ്യ വേണമെങ്കിൽ ചെറിയ അംശം എടുക്കണം. റൂള് മാറിപ്പോകരുത്. ഛേദം താഴത്തെ ആൾ തുല്യമാണെങ്കിൽ നോർമലായി എടുത്താൽ മതി. മേളത്തെ ആള് തുല്യമാണെങ്കിൽ ഓപ്പോസിറ്റ് എടുക്കൂ. താഴത്തെ ആള് തുല്യമാണ്. വലിയ സംഖ്യക്ക് വലിയ അംശം, ചെറിയ സംഖ്യക്ക് ചെറിയ അംശം. വലിയ സംഖ്യക്ക് വലിയ ന്യൂമറേറ്റർ, ചെറിയ സംഖ്യക്ക് ചെറിയ ന്യൂമറേറ്റർ. ഇവിടെ വലിയ സംഖ്യ ചോദിച്ചാൽ വലിയ ന്യൂമറേറ്റർ ഉള്ള ആള് 87/91. ചെറിയ സംഖ്യ ചോദിച്ചാൽ ചെറിയ അംശമുള്ള ആള്
69/91. ഓക്കെ ആണോ? അപ്പൊ നമ്മൾ പഠിച്ച ആ 2 റൂളും ഒന്ന് ക്രോഡീകരിച്ച് കണ്ണടച്ചൊന്ന് പറഞ്ഞു നോക്കിക്കേ. നമ്മൾ ആദ്യം പഠിച്ചത് അംശം തുല്യമാണ്. അംശം തുല്യമാണെങ്കിൽ മേളി തുല്യമാണ്, നേരെ സീനാണ്, ഓപ്പോസിറ്റാ. വലിയ സംഖ്യ വേണേ ചെറിയ ഛേദം, ചെറിയ സംഖ്യ വേണേ വലിയ ഛേദം. ഒന്നുകൂടെ, അംശം തുല്യമാണ്, മേളി തുല്യമാണ്, ഓപ്പോസിറ്റ്. ചെറിയ സംഖ്യക്ക് വലിയ ഛേദവും വലിയ സംഖ്യക്ക് ചെറിയ ഛേദവും. ഇനി ഛേദം താഴെ തുല്യമാണ്, സിമ്പിളാണ്. താഴെ തുല്യമാണ്, വലുതിന് വലുത് ചെറുതിന് ചെറുത്. താഴെ തുല്യമാണ്, സിമ്പിളാണ്. വലിയ സംഖ്യക്ക് വലിയ അംശം, ചെറിയ സംഖ്യക്ക് ചെറിയ അംശം. പഠിച്ചു. അടുത്ത ചോദ്യം. 1/3, 5/7, 2/9, 9/14, 7/12 ഈ സംഖ്യകൾ ആരോഹണ ക്രമത്തിൽ എഴുതിയാൽ നമുക്ക് കിട്ടുന്ന സംഖ്യ ഏത് എന്നതാണ് ചോദ്യം. 2021 ഡിഗ്രി പ്രിലിംസിന്റെ ഫേസ് 1 ആണ്. അതായത് ഈ 5 പേരെ ആരോഹണ ക്രമത്തിൽ എഴുതുക എന്നാണ് പറയുന്നത്. ഇംഗ്ലീഷിൽ ആരോഹണ ക്രമത്തെ അസെൻഡിങ് ഓർഡർ എന്ന് പറയും. എന്തോർഡറാ? അസെൻഡിങ് ഓർഡർ. ഇനി മലയാളത്തിൽ തന്നെ ഈ ക്വസ്റ്റ്യൻ ഇട്ടതിന്റെ കാര്യം, ചിലർക്ക് ഈ ആരോഹണോ അവരോഹണോ മാറിപ്പോവും. ഇംഗ്ലീഷ് പിന്നെയും കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ആരോഹണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വേണ്ടി ആരോ ഓർത്താൽ മതി. ആരോ എങ്ങനെ? താഴേന്ന് മേളിലേക്ക്. ആലോചിച്ച് നോക്ക്. അപ്പൊ ആരോഹണ ക്രമം എന്ന് പറയുമ്പോൾ ചെറുതീന്ന് വലുതിലേക്ക്. ഇനി അവരോഹണ ക്രമം എന്ന് പറയുമ്പോൾ ആ കഴിഞ്ഞു വായ, അവ. ആ കഴിഞ്ഞു വായ, വലുതീന്ന് ചെറുതിലേക്ക്. ഓക്കെ, മാറിപ്പോത്തില്ല എന്ന് കരുതുന്നു. അപ്പൊ ഇവിടുത്തെ സംഖ്യകൾ ഏതൊക്കെയാ? 1/3, 5/7, 2/9, 9/14, 7/12. ഓക്കെ, ഇതിനെ നമ്മൾ ചെറുതിൽ നിന്ന് വലുതിലേക്ക് കൊണ്ടുവരണം. മക്കളെ, ഇതിന് പല മെത്തേഡുകളുണ്ട്. പല മെത്തേഡുകൾ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെത്തേഡ് യൂസ് ചെയ്യാം. പിന്നെ ഞാൻ എളുപ്പമുള്ള മെത്തേഡാണ് പറയുന്നത്. ഇവിടെ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും അംശവും തുല്യമല്ല, ഛേദവും തുല്യമല്ല. അപ്പൊ എന്തായാലും ആ രീതിയിലൊന്നും എടുക്കാനായിട്ട് പറ്റത്തില്ല. അംശവും തുല്യമല്ല, ഛേദവും തുല്യമല്ല, അല്ലേ? ആലോചിച്ച് നോക്ക്. അംശവും തുല്യമല്ല. പിന്നെ ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഓരോ ആളുകളെയും ക്രോസ് ചെയ്ത് 5 പേരിൽ ഏറ്റവും ചെറുതാരാൻ നോക്കും. പിന്നെ ബാക്കിയുള്ള 4 പേര് ക്രോസ് ചെയ്ത് നോക്കി ചെറുതാരാൻ നോക്കും. പിന്നെ ബാക്കിയുള്ള 3 പേര് ക്രോസ് ചെയ്ത് നോക്കി ചെറുതാരാൻ നോക്കും. പിന്നെ ബാക്കിയുള്ള 2 പേര് ക്രോസ് ചെയ്ത് ചെറുതാരാൻ നോക്കും. അപ്പോഴത്തേക്കിന് PSC പരീക്ഷ കഴിയും. മനസ്സിലായോ? ഇങ്ങനെയൊക്കെയാണ് ഈ സാധനം ചെയ്യുന്ന ഒരു രീതി. പിന്നെ ഏറ്റവും സിമ്പിളായി പറഞ്ഞാൽ ഇവരുടെ എല്ലാം മേളിൽ ഒരു 0 ഇട്ട് കൊടുക്കുക, അംശത്തിൽ ഒരു 0 ഇടുക. അതായത് 1-ന് 0 ഇട്ട 10/3, 50/7, 20/9, 90/14, 70/12. മേളിൽ എല്ലാവരുടെ അംശത്തിൽ ഒരു 0 ഇട്ടു. ഈ 0 ഇടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എല്ലാവരെയും 10 കൊണ്ട് ഗുണിക്കാന്ന്. പിന്നെ അത് പറഞ്ഞ് കൺഫ്യൂസ് ചെയ്യിപ്പിക്കാത്ത. ഇവിടെ 10 കൊണ്ട് ഗുണിച്ചാൽ 10/3 ആവും. കാര്യം എല്ലാവരെയും ഗുണിച്ചാൽ വിലയിൽ വ്യത്യാസം വരുന്നില്ല. അപ്പൊ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ എളുപ്പമാണ്. അതാണ് കൺസെപ്റ്റ്. സിമ്പിളി പറഞ്ഞാൽ മേളിൽ എല്ലായിടത്തും 0 ഇട്ട് കൊടുത്തു. ഇനി 10-നെ 3 കൊണ്ട് ഹരിച്ചാൽ 3 9, 3.3 ആണ്. നീ പോയിന്റ് നോക്കണ്ട, 3. 50-നെ 7 കൊണ്ട് ഹരിച്ചാൽ 7 49, 7 പോയിന്റ് സംതിങ് വരും. നീ പോയിന്റ് നോക്കണ്ട. 20-നെ 9 കൊണ്ട് ഹരിച്ചാൽ 9×2 18, പോയിന്റ് നീ നോക്കണ്ട. 90-നെ 14 കൊണ്ട് ഹരിച്ചാൽ 14 14 14 14 6 84, പോയിന്റ് നീ നോക്കണ്ട. 70-നെ 12 കൊണ്ട് ഹരിച്ചാൽ 12 5 60, പോയിന്റ് നീ നോക്കണ്ട. 12 5 60, പോയിന്റ് നീ നോക്കണ്ട. ശിഷ്ടം വരും, നീ നോക്കണ്ട. ഓക്കെ. 10-നെ 3 കൊണ്ട് ഹരിച്ചാൽ 3, 80-നെ 7 കൊണ്ട് ഹരിച്ചാൽ 7, 20-നെ 9 കൊണ്ട് ഹരിച്ചാൽ 2, 90-നെ 14 കൊണ്ട് ഹരിച്ചാൽ 6, 70-നെ 12 കൊണ്ട് ഹരിച്ചാൽ 5. നമുക്ക് ചെറുതിന്ന് വലുതാ വേണ്ടി. നിങ്ങൾ പറ, 3 ആണോ 7 ആണോ 2 ആണോ 6 ആണോ 5 ആണോ ചെറുത്? യെസ്, 2. അപ്പൊ 2-ന്റെ ആളായ 2/9 ആദ്യം പറയണം. അപ്പൊ മനസ്സിലാലോചിക്കും, 2/9 20, ആ 0 നമ്മൾ ഇട്ടതല്ലേ. അപ്പോ 2-ന്റെ ആളായ 2/9 ആദ്യം.
പിന്നെ 3ന്റെ ആളായ 1/3. എന്നിട്ട് നൈസായിട്ട് ഓപ്ഷനിലൊന്ന് നോക്കണം. 2/9 ഇല്ല, ഇത് പോക്ക. ബാക്കി എല്ലായിടത്തും 2/9. രണ്ടാമത്തെ ആൾ 1/3 ആയി, ഇത് പോക്ക. നമുക്ക് മനസ്സിലായി. ഇനി 3 കഴിഞ്ഞ് പിന്നെ വരുന്ന ചെറുതെന്ന് പറയുന്നത് 5. 70 അല്ല, 7/12. പിന്നെ വരുന്നത് 6, 9/14. പിന്നെ വരുന്നത് 7, 5/7. കണ്ടോ? അപ്പൊ ഇങ്ങനെ വന്ന ആ ഓപ്ഷൻ ഏതാണ് എന്ന് നന്നായിട്ട് നോക്കിയിട്ട് ടിക്ക് ചെയ്യുക. ഇങ്ങനെ വന്ന ഓപ്ഷൻ സൂക്ഷിച്ചു നോക്കൂണ്ണി. ഓപ്ഷൻ എ ആണ് ഉത്തരം. 2/9, 1/3, 7/12, 9/14, 5/7. ഇതാണ് ഏറ്റവും എളുപ്പം. ഓക്കെ, അപ്പോൾ മേളിൽ എല്ലായിടത്തും 0 ഇട്ട് കൊടുത്തു. മേളിൽ എല്ലായിടത്തും 0 ഇട്ട് കൊടുത്ത് പോയിന്റ് നീ നോക്കാതെ ഹരിച്ചു. ഇത് 3, ഇത് 7, ഇത് 2, ഇത് 6, ഇത് 5 ഹരിച്ചു. ഓക്കെ, ഹരിച്ചു കഴിഞ്ഞപ്പോൾ 2 ഏറ്റവും ചെറുത് 2/9. പിന്നെ വരുന്നത് 3 1/3. പിന്നെ വരുന്നത് 5 7/12. പിന്നെ വരുന്നത് 6 ചെറുത് 9/14. പിന്നെ വരുന്ന ചെറുത് 5/7. ഓക്കെ ആണ്. ഇനി നമുക്ക് ഇവരെ ഒന്ന് അവരോഹണ ക്രമത്തിൽ എഴുതാം. ചുമ്മാ എഴുതി നോക്ക് വെറുതെ. ഏറ്റവും വലുത് 7ന്റെ ആളായ 5/7. അത് കഴിഞ്ഞ് 6ന്റെ ആളായ 9/14. അത് കഴിഞ്ഞ് 5ന്റെ ആളായ 7/12. അത് കഴിഞ്ഞ് 3ന്റെ ആളായ 1/3. അത് കഴിഞ്ഞ് 2ന്റെ ആളായ 2/9. സെറ്റാണ്. ഓപ്ഷൻ എ ഈസ് അവർ ആൻസർ ആണ്. ആരോഹണം അവരോഹണം ഞാൻ ജസ്റ്റ് വെറുതെ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി കുറച്ചു പേരുടെയെങ്കിലും മനസ്സിൽ ചിന്തിക്കുന്ന ഒരു സാധനമുണ്ട്. സാറേ, ഇവിടെ ഇപ്പൊ 2 5 വന്നാലോ, ആ 2 5 ഏതാ വലുതെന്ന് കറക്റ്റ് പോയിന്റ് നോക്കി നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ ക്രോസ് ചെയ്ത് നോക്കുന്ന ഒരു പരിപാടിയുണ്ട്. ചിലർ ചിന്തിക്കും, സാർ 2 7 വന്നാലോ? 2 7 വന്നാൽ വേറൊന്നുമില്ല, ആ 2 7 വലുതാരാന്ന് എക്സാക്ട് പോയിന്റ് വാല്യൂ എടുത്ത് ഡിവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ ക്രോസ് ചെയ്ത് നോക്കാം. ഇനി ഞാൻ ഇതിന്റെ കൂട്ടത്തിൽ നിങ്ങളോട് ഒരു കാര്യം കൂടെ പറയുന്നു. നമ്മൾ ഫ്രാക്ഷൻസ്, ഭിന്നസംഖ്യകൾ എന്ന് പറയുന്ന ടോപ്പിക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. വളരെ എന്ന് പറഞ്ഞാൽ വളരെ നല്ല രീതിയിൽ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ പ്ലേലിസ്റ്റ് എടുത്ത് നോക്കുക, അതിൽ ഫ്രാക്ഷൻ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. നിങ്ങൾ ഒട്ടും അറിയാത്തവരാണെങ്കിൽ ആ ക്ലാസ് കംപ്ലീറ്റ് ആയിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. ബേസ് മുതൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ആ സാധനം മുഴുവൻ കിട്ടും. അറിയാവുന്നവരാണ് വെറുതെ ഒന്നും ചെയ്യേണ്ട, ജസ്റ്റ് ഇത്രയും മാത്രമെങ്കിലും ഒന്ന് നോക്കി പോവുക. ഓക്കെ ആണ്. ചോദ്യം അടുത്ത ഇതാണ്. സമീറ പർച്ചേസ്ഡ് 3 1/2 kg apples and 4 3/4 kg oranges. What is the total weight of the fruits purchased by her? 2023 ഡിഗ്രി പ്രിലിംസ് ഫേസ് 1 ആണ് ഈ ചോദ്യം. മലയാളത്തിൽ പറഞ്ഞ സമീറ 3.5 കിലോ ആപ്പിൾ വാങ്ങി, 4 3/4 കിലോ ഓറഞ്ച് വാങ്ങി. 3.5 കിലോ ആപ്പിളും വാങ്ങി, 4 3/4 കിലോ ഓറഞ്ചും വാങ്ങി. അങ്ങനെയാണ് ഇവള് വാങ്ങിയതിന്റെ ടോട്ടൽ വെയിറ്റ് എന്താ എന്നതാണ് ചോദ്യം. ടോട്ടൽ വെയിറ്റ് ഇത് വളരെ സിമ്പിളാ. നമ്മൾ ഇത് ശരിക്കും കിട്ടുമ്പോൾ ഇങ്ങനെയൊക്കെ എഴുതും. ഇത് മാറ്റുമ്പോൾ ഇത് മാറ്റുമ്പോൾ 7/2 ആവും, ഇത് മാറ്റുമ്പോൾ 19/4 ആവും. എന്നിട്ട് ഇതൊക്കെ ക്രോസ് ചെയ്തൊക്കെ നോക്കൂ. എനിക്കൊന്നും ആവശ്യമില്ല, വളരെ സിമ്പിളാണ് ഈ ചോദ്യം. എല്ലാ ചോദ്യവും അല്ല, ഈ ചോദ്യം വളരെ സിമ്പിളാണ്. കാര്യം 1/4 കിലോയും 3/4 കിലോയും 1/2 കിലോയും ഒക്കെ നമുക്ക് ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. 3.5 കിലോ ആപ്പിളും 4.25 കിലോ ഓറഞ്ചും. അപ്പൊ തന്നെ നീ ഒന്ന് ആലോചിച്ച് നോക്ക്. നീ വളരെ സിമ്പിളായി ഒന്ന് ആലോചിച്ച് നോക്ക്. 3.5 4.25 കൂട്ടിയ 8.25 എന്ന് ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും അറിയത്തില്ലേ? ഓപ്ഷൻ സി ഈസ് അവർ ആൻസർ. വളരെ സിമ്പിൾ ലോജിക്ക്. എങ്ങനെ? ഒന്നുമില്ല, 3.5 4.25 രണ്ടും കൂടെ കൂട്ടണം. 3ഉം 4ഉം കൂടെ കൂട്ടുമ്പോൾ തന്നെ 7 ആലോചിച്ച് നോക്ക്. പിന്നെ 1/2 കിലോയും 3/4 കിലോയുടെ കൂട്ടിയ 1/2 കിലോയും 3/4 കിലോയുടെ കൂട്ടിയ 1.25 കിലോയാ. അപ്പൊ 7ഉം 1.25 ചേർത്ത് നമുക്ക് പറയാം 8.25 കിലോയാണ്. ഓപ്ഷൻ സി ഈസ് അവർ ആൻസർ. വളരെ സിമ്പിളായ ഉത്തരം അല്ലേ? വളരെ സിമ്പിളായ ഉത്തരം കിട്ടി. ഒന്നുകൂടെ 3.5 4.25 കൂട്ടണം. 3 കിലോയും 4 കിലോയും ആകുമ്പോൾ തന്നെ 7 പിന്നെ 1/2 കിലോയും 3/4 കിലോയും 1/2 കിലോയും 3/4 കിലോയുടെ ചേരുമ്പോൾ 1.25 കിലോ ആയി. 7ഉം 1.25 ചേർത്ത് 8.25 കിലോ. വളരെ സിമ്പിൾ ആയിട്ട് ഉത്തരം വരും. പിന്നെ ഇത് പ്രോപ്പറായി ചെയ്യുന്ന രീതി 3.5 മാറ്റുക. 3 2 6 6 1 7
അപ്പോൾ ഇത് 7/2 ആവും പ്ലസ് പിന്നെ 4 4 16 16 3 19 ഇത് 19/4 ആവും. പിന്നെ ഇത് ക്രോസ് ചെയ്താൽ നിങ്ങൾക്കറിയാം 7 4 28 പ്ലസ് 19 2 19 2 38 ഡിവൈഡഡ് ബൈ 4 2 8 28 38 കൂടെ കൂട്ടുമ്പോൾ 68 66 വരും. 66നെ നമ്മൾ 8 കൊണ്ട് ഭാഗിക്കണം. 66നെ 8 കൊണ്ട് ഭാഗിക്കുമ്പോൾ 2 കൊണ്ട് വെട്ടിയാൽ ഈ സാധനം 33 ആവും. 33/4 വരും. 33/4നെ 33നെ കുഞ്ഞുങ്ങളെ 4 കൊണ്ട് ഹരിച്ചാൽ 4 8 32 ശിഷ്ട 1 വന്നു. മെയിൻ ആൻസർ 8, ശിഷ്ടമായ 1 മുകളിൽ ഹരിച്ച സാധനമായ 4 താഴെ 8 1/4. ഇങ്ങനെയൊക്കെ ചിന്തിക്കാം, പക്ഷെ വളരെ സിമ്പിളായി ഈ രീതിയിൽ ഉത്തരം വരാം. അടുത്ത ചോദ്യം, രവി സ്റ്റഡീസ് ഫോർ 5 2/3 hours ഡെയിലി. ഇവിടെ 4 കാലും 5 കാലും ഒന്നുമില്ല, അപ്പൊ നമുക്ക് ഡയറക്റ്റ് ചെയ്തേ പറ്റുള്ളൂ. രവി എന്ന് പറയുന്ന ആള് 5 2/3 5 3/2 മണിക്കൂറും എല്ലാ ദിവസവും പഠിക്കും. 5 3/2 5 2/3. He devotes 2 4/5 hours of his time to science and mathematics. അതിൽ ഇത്ര സമയം അവൻ സയൻസിനും മാത്തമാറ്റിക്സിനും കൂടെ കൊടുക്കും. ഇത്ര സമയം അവൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന സയൻസിനും മാത്തമാറ്റിക്സിനുമാണ്. അവൻ എത്ര സമയം കൊടുത്തു? ഹൗ മച്ച് ടൈം ഡസ് ഹി ഡിവോട്ട്സ് ടു അതർ സബ്ജക്റ്റ്? അങ്ങനെയാണ് ബാക്കി സബ്ജക്റ്റിന് എത്ര സമയം കൊടുക്കും? 2022 ഡിഗ്രി പ്രിലിംസിന്റെ phase 2 ആണ് ഈ ചോദ്യം. അപ്പോ ഈ രവി എന്ന് പറയുന്ന ആള് മൊത്തം പഠിക്കുന്നത് 5 2/3 മണിക്കൂറാണ്. മൊത്തം പഠിക്കുന്നത് 5 2/3 മണിക്കൂറാണ് രവി മുഴുവൻ പഠിക്കുന്നത്. അതിൽ സയൻസിന് പഠിക്കുന്നത് 2 4/5 മണിക്കൂറാണ്. സയൻസിനും മാത്സിനും മൊത്തം ഇത്രയും. അതിൽ സയൻസിനും മാത്സിനും ഇത്രയും. അപ്പൊ ബാക്കിക്ക് എത്രയാന്ന് ചോദിച്ചാൽ മൊത്തത്തിൽ നിന്ന് ഇത് കുറച്ചാൽ മതി, ഉത്തരം കിട്ടും. വളരെ സിമ്പിൾ അല്ലേ? ഇപ്പം നോർമലി ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ ഫ്രാക്ഷൻസ് ഒന്നും ഇല്ലാതെ ചിന്തിക്കുകയാണെങ്കിൽ ഞാൻ 10 മണിക്കൂർ ഒരു ദിവസം മുഴുവൻ പഠിക്കും. അതിൽ സയൻസിനും മാത്സിനും മാത്രം 4 മണിക്കൂറാണ്. ബാക്കി വിഷയങ്ങൾക്ക് എത്രയാണെന്ന് ചോദിച്ചാൽ 10 4 പോയിട്ട് 6. അതേപോലെ തന്നെ മൊത്തം ഇത്രയും പഠിക്കും. അതിൽ സയൻസിനും മാത്സിനും ഇത്രയും. അപ്പോൾ ബാക്കി എത്രയാണെന്ന് ചോദിച്ചാൽ മൊത്തത്തിൽ നിന്ന് ഇത് കുറയ്ക്കുക. ഓക്കെ, അപ്പോൾ 5 2/3 നമ്മളിത് പല രീതിയിൽ ചെയ്യാം. ഓരോന്നോരോന്നായിട്ട് എടുത്ത് ചെയ്യുന്ന ആളുകളുണ്ട്. എന്നാൽ ഇത് മാറ്റുമ്പോൾ 5 2/3 മാറ്റുമ്പോൾ 5 × 3 15. 15 2 കൂടെ കൂട്ടുമ്പോൾ 17. 17/3 എന്ന് വന്നു. ഭിന്നസംഖ്യ മിശ്രഭിന്നം മാറ്റാൻ എല്ലാവർക്കും അറിയാമെന്നാണ് എൻ്റെ വിശ്വാസം. എന്നാലും ഒന്നുകൂടെ പറയുകയാണ്. 5 × 3 15. 15 2 കൂടെ കൂട്ടുമ്പോൾ 17. 17/3 മൈനസ് 2 × 5 10. 10 4 കൂടെ കൂട്ടുമ്പോൾ 14. 14/5. അപ്പൊ ഈ സൈഡിൽ 17/3 ആണ്, ഈ സൈഡിൽ 14/5 ആണ്. ഇനി ഇത് രണ്ടും കൂടെ മൈനസ് ചെയ്യണം. എങ്ങനെ? 17ഉം 5ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്കറിയാം 17ഉം 5ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ 17 × 10 170 ആണ്. അപ്പൊ 170ന്റെ പകുതി 5 ആവുമ്പോൾ 85 മൈനസ് 14ഉം 3ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ അത് 42 ആണ്. ഡിവൈഡഡ് ബൈ 5ഉം 3ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ അത് 15 ആണ്. 17 5 85, 14 4 14 3 42 ഡിവൈഡഡ് ബൈ 15. ഇടയ്ക്ക് മൈനസ് ആവേണ്ട, മൈനസ് കൊടുത്ത് 85ൽ നിന്ന് 42 പോയാൽ 52 62 72 82 41/15 എന്ന് വരും. മക്കളെ, സോറി 41 അല്ല, 42 62 72 82 43/15 എന്ന് വരും. മക്കളെ, ഇവരുടെ ഉത്തരം അല്ല, ഈ ചോദ്യത്തിന്റെ ഉത്തരം 43/15 ആണ്. ഇനി 43/15 ഓപ്ഷൻ്റെ അകത്തിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായും ടിക്ക് ചെയ്യാം. ഉണ്ടോ? ഇല്ല. ഇനി ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ. മേളിൽ വലിയ സംഖ്യയാണെങ്കിൽ there is a chance of mixed fraction. അതിനെ മിക്സഡ് ആക്കാനുള്ള സാധ്യതയുണ്ട്.
ഇപ്പൊ മേളിൽ ചെറുതും താഴെ വലുത്. ഇപ്പൊ 11/15 അതിനെ മിക്സഡ് ആക്കാൻ പറ്റൂല. കാര്യം എന്താന്ന് ചോദിച്ചാൽ അതൊരു സാധാ ഭിന്നമാണ്. വിഷമ ഭിന്നത്തെ മിക്സഡ് ആക്കാൻ പറ്റൂ. മേളിൽ കണ്ടോ 43/15, 43 വലുതല്ലേ 15-നേക്കാൾ. മേളിൽ വലിയ സംഖ്യയാണെങ്കിൽ നമുക്ക് അവരെ മിക്സഡ് ആക്കാം. എങ്ങനെ? 43-നെ 15 കൊണ്ട് ഭാഗിക്കുക. 15 2 30, ശിഷ്ടം 13. അപ്പൊ മക്കളെ മെയിൻ ആൻസർ 2. ശിഷ്ടമായ 13 മുകളിൽ, ഹരിച്ച സാധനമായ 15 താഴെ. അപ്പൊ നമ്മുടെ ഉത്തരം 2 3/15 ആണ് ഉത്തരമായി വരിക. 2 3/15 ഉത്തരമായി വന്നു. ഓപ്ഷൻ ഡി ഈസ് അവർ ആൻസർ. ഓപ്ഷൻ ഡി ഈസ് അവർ ആൻസർ. സെറ്റാണ്. മുമ്പോട്ട് പോവാം. ഓക്കെ ആണോ? വളരെ സിമ്പിൾ ആയിട്ട് കിട്ടി. ഒന്നുകൂടെ പറയുന്നു, ഇത് രണ്ടുകൂടെ കുറച്ചപ്പോൾ നമുക്ക് 43/15 മണിക്കൂർ എന്ന് കിട്ടി. ഇടയിൽ 43/15 മണിക്കൂർ എന്ന ഓപ്ഷൻ്റെ അകത്തിലുണ്ട്. നിനക്ക് ടിക്ക് ചെയ്യാം, ഒരു തെറ്റുമില്ല, ഓപ്ഷനിലില്ല. അതുകൊണ്ട് നിങ്ങൾ ആലോചിക്കണം, മേളിൽ 43 താഴെ 15. മേളിൽ വലിയ സംഖ്യയാണെങ്കിൽ നമുക്കവരെ മിക്സഡ് ആക്കാം. അപ്പം 43-നെ 15 കൊണ്ട് ഭാഗിച്ചു. അപ്പം മെയിൻ ആൻസർ 2 കിട്ടി. ശിഷ്ടമായ 13 മുകളിലും ഹരിച്ച സാധനമായ 15 താഴെ. അപ്പോൾ നമ്മുടെ ഉത്തരം 213/15 ആണ് പക്ക. കുഞ്ഞുങ്ങളെ, അടുത്ത ചോദ്യം 2 പ്രാവശ്യം സെയിം നമ്പർ റിപ്പീറ്റ് വന്ന ഒരു ചോദ്യമാണ് ഇത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2022 ഒരു ഡിഗ്രി മെയിൻസിന് ഈ ചോദ്യം വന്നിട്ടുണ്ട്. അതായത് വാട്ട് ഷുഡ് കം ഇൻ ദ പ്ലേസ് ഓഫ് ക്വസ്റ്റ്യൻ മാർക്ക് ഇൻ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ. അതായത് ഈ ക്വസ്റ്റ്യനിൽ ക്വസ്റ്റ്യൻ മാർക്കിന്റെ സ്ഥാനത്ത്, അതായത് ഇതിന്റെ ഉത്തരം എന്താ എന്നാണ് ചോദ്യം. 3 1/6 പ്ലസ് 4 1/2 മൈനസ് 2 2/3 മൈനസ് 1 11/12. ഈ സെയിം ക്വസ്റ്റ്യൻ നോക്കണേ, 2023 ഡിഗ്രി പ്രിലിംസിന്റെ ഫേസ് 1 വന്നു. കണ്ടോ? സെയിം ക്വസ്റ്റ്യൻ. 3 1/6 പ്ലസ് 4 1/2 മൈനസ് 2 2/3 മൈനസ് 1 1/12 വില എത്ര എന്നതാണ് ചോദ്യം. മക്കളെ, ഇത് 2 രീതിയിൽ ചെയ്യാം. ഒന്നുകിൽ ഇത് ഡയറക്റ്റായിട്ട് നിങ്ങൾ ചെയ്യാം, അതല്ല എങ്കിൽ ഞാൻ ഇതിനൊരു എളുപ്പവഴി പറയാം, നിങ്ങൾ ആ എളുപ്പവഴിയിൽ ചെയ്യാം. രണ്ടും വലിയ കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് ഈസി ആയിട്ട് പറ്റുന്നേ ഉള്ളൂ. ഞാൻ ഇനി ഒരു കാര്യം കൂടെ പറയട്ടെ. നിങ്ങൾ ഡിഗ്രി ലെവലിൻ്റെ എക്സാമിന് പോകുമ്പോൾ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഭിന്നസംഖ്യയുടെ ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കുമ്പോൾ 10th ലെവൽ മുതൽ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് മിശ്ര ഭിന്നങ്ങൾ കൂട്ടുക കുറയ്ക്കുക ഈ ഒരു സാധനമാണ്. കണ്ടോ? ഇവിടെ കണ്ടോ? മിക്സഡ് ഫ്രാക്ഷൻ കൂട്ടുക കുറയ്ക്കുക. ചിലപ്പോൾ ഫുള്ള് കൂട്ടാനായിരിക്കും, ചിലപ്പോൾ ഫുള്ള് കുറയ്ക്കാനായിരിക്കും, ചിലപ്പോൾ കൂട്ടുക കുറയ്ക്കുക മിക്സഡ് ആയിട്ടായിരിക്കും. വാട്ടെവർ, ഈ മിശ്ര ഭിന്നങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നന്നായിട്ട് പഠിക്കുക. മിക്കവാറും നിങ്ങൾക്ക് 1 മാർക്ക് അതിൽ നിന്ന് കിട്ടും. അപ്പോൾ ഈ ചോദ്യം വളരെ പ്രോപ്പറായി എങ്ങനെയാണ് ചെയ്തതെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതാ സൗകര്യം അത്. കണ്ടോ? 3 1/6 പ്ലസ് 4 1/2 മൈനസ് 2 2/3 മൈനസ് 1 11/12. കണ്ടോ? നമ്മൾ ആദ്യം വളരെ പ്രോപ്പറായി ഇതിൻ്റെ മിശ്ര ഭിന്നം മാറ്റുക. 3 1/6 മാറ്റുമ്പോൾ 3 6 ഗുണിക്കുമ്പോൾ 18, 18 ഒന്നുകൂടെ കൂട്ടുമ്പോൾ 19, 19 ഛേദം അത് തന്നെ 6 പ്ലസ് ഇട്ടു. 4 2 ഗുണിക്കുക 8, 8 ഒന്നുകൂടെ കൂട്ടുമ്പോൾ 9, ഛേദം അത് തന്നെ 9/2 മൈനസ് ഇട്ടു. 2 3 ഗുണിക്കുക 6, 6 2 കൂട്ടുമ്പോൾ 8, 8/3 മൈനസ് ഇട്ടു. 1 12 ഗുണിക്കുമ്പോൾ 12, 12 11 കൂട്ടുമ്പോൾ 22 1 23, ഛേദം അത് തന്നെ. അപ്പം നമ്മൾ ആദ്യം മിക്സഡ് മാറ്റി. ഇനി നമ്മൾ എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇവരുടെ ഛേദത്തിൻ്റെ എല്ലാം എൽസിയം എടുക്കണം. 6 2 3 12. അതായത് ഡിനോമിനേറ്ററിൻ്റെ എല്ലാം എൽസിയം എടുക്കണം. എൽസിയം മക്കളെ 12. എൽസിയം എടുക്കാൻ അറിയാം എന്നാണ് വിശ്വാസം. ഇല്ലെങ്കിൽ എൽസിയം ട്രിക്ടേണെന്നോ എൽസിയം ജെറിനെന്നോ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്ക്. ഒരു 12 മിനിറ്റിൻ്റെ ക്ലാസ് ഉണ്ട്. ആ ക്ലാസ്സിൽ എൽസിയം എടുക്കാനുള്ള എളുപ്പ വഴി വളരെ ഡീറ്റെയിൽ ആയി പറഞ്ഞിട്ടുണ്ട്. ഞാൻ വേണമെങ്കിൽ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ വേണമെങ്കിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. അറിയത്തില്ലേ മാത്രം കാണുക, അറിയാമെങ്കിൽ വിട്ടേക്ക്. 6 2 3 12 അവരുടെ എൽസിയം 12.
പെട്ടെന്ന് പറയാനായിട്ട് മെയിൻ വലിയ സംഖ്യ 12 12നെ 6 കൊണ്ടും പറ്റും, 2 കൊണ്ടും പറ്റും, 3 കൊണ്ടും പറ്റും. അപ്പോൾ ഇവരുടെ LCM 12. അപ്പോൾ എന്ത് സംഭവിച്ചാലും ശരി ഇവരുടെ ഛേദമായി വരുന്നത് മക്കളെ 12. കണ്ടോ, ഇവരുടെ ഛേദമായി വരുന്നത് മക്കളെ 12. എന്തുവായാലും ശരി LCM ആയിരിക്കും ഡിനോമിനേറ്ററിൽ വരുന്നത്, അത് 12. ആ 12 അടിയിൽ എഴുതി. ഇനി ഓരോ ടേമിനെയും നമ്മൾ 12 കൊണ്ട് ഗുണിക്കണം. 19/6നെ 12 കൊണ്ട് ഗുണിക്കും. അപ്പോൾ 6 2 12. 6 2 12 വെട്ടിക്കളയുമ്പോൾ 19 × 2 38. കണ്ടോ. ഇനി 9/2നെ 12 കൊണ്ട് ഗുണിക്കും. 2ഉം 12 വെട്ടുമ്പോൾ 6. 9 × 6 54. കണ്ടോ, ഇടയ്ക്കത്തെ മൈനസ് ഇട്ടു. 8/3നെ 12 കൊണ്ട് ഗുണിക്കും. 3ഉം 12 വെട്ടുമ്പോൾ 3ഉം 12 ഹരിക്കുമ്പോൾ 3 4 12. 3 4 8 4 32. കണ്ടോ, ഇടയ്ക്കത്തെ മൈനസ് ഇട്ടു. 23/12നെ 12 കൊണ്ട് വെട്ടുമ്പോൾ 12ഉം 12 പോയി 23 കണ്ടോ. അതായത് ഓരോ ടേമിനെയും 19/6നെ 12 കൊണ്ട് ഗുണിച്ചു, അപ്പം 38 വന്നു. 9/2നെ 12 കൊണ്ട് ഗുണിച്ചു, 54 വന്നു. 8/3നെ 12 കൊണ്ട് ഗുണിച്ചു, 32 വന്നു. 23/12നെ 12 കൊണ്ട് ഗുണിച്ചു, 23 വന്നു. അടിയിൽ എന്തായാലും 12 തന്നെ ആയിരിക്കും. ഇനി ചിലപ്പോൾ നിങ്ങൾ പഠിച്ചത് ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും. 6 12 ആവാൻ 2 കൊണ്ട്, ഈ 2 മേളിൽ. 2 12 ആവാൻ 6 കൊണ്ട്, ഈ 6 മോളി. 3 12 ആവാൻ 4 കൊണ്ട്, ഈ 4 മേളിൽ. അങ്ങനെ ആയിരിക്കും. ഞാൻ 2 1 തന്നെ ഞാൻ ഇങ്ങനെ പഠിച്ചോണ്ട് ഇങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ 19/6നെ 12 കൊണ്ട് ഗുണിച്ചു 38. 9/2നെ 12 കൊണ്ട് ഗുണിച്ചു 54. 8/3നെ 12 കൊണ്ട് ഗുണിച്ചു 32. 23/12നെ 12 കൊണ്ട് ഗുണിച്ചു, വെട്ടിക്കളഞ്ഞു 23. 38 + 54 നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 92. 92 - 32. 92ൽ നിന്ന് 32 പോകുമ്പോൾ 60. 60 - 23. 60ൽ നിന്ന് 23 പോകുമ്പോൾ 37. ഛേദം എന്തായാലും LCM തന്നെ ആയിരിക്കും എപ്പോഴും. അപ്പം 37/12 ഉത്തരമായി വരിക. നോക്കൂ, 37/12 ഇവിടെ ഓപ്ഷനിൽ കിടക്കുന്ന ഓപ്ഷൻ സി ഈസ് അവർ ആൻസർ. 37/12 ഡിഗ്രി ലെവൽ പ്രിലിംസ് 2023. ഇനി ഞാൻ പറഞ്ഞില്ലേ, ഈ ചോദ്യം മെയിൻസിന് വന്നപ്പോൾ 37/12 ഓപ്ഷൻ്റെ അകത്തിൽ ഇല്ല. നമുക്ക് കിട്ടിയത് 37/12. ഇനി ഈ 37/12 ഓപ്ഷൻ്റെ അകത്തിൽ ഇല്ല. കണ്ടോ, ഇവിടെ 37/12 ഓപ്ഷനിൽ ഇല്ല എങ്കിൽ ഉറപ്പിച്ചോളുക 37 വലിയതും 12 ചെറുതും. മേളിൽ വലിയ സംഖ്യയാണ്. ദർ ഈസ് എ ചാൻസ് ഓഫ് മിക്സഡ് ഫ്രാക്ഷൻ. നമുക്ക് അവരെ വീണ്ടും മിക്സഡ് ആക്കാം. അതായത് മേളിൽ വലിയ സംഖ്യ ആണല്ലേ, 37നെ 12 കൊണ്ട് ഹരിച്ചു. 12 3 36, ശിഷ്ട 1. അപ്പൊ മെയിൻ ആൻസർ 3. ശിഷ്ടമായ 1 മോളില്, ഹരിച്ച സാധനമായ 12 താഴെ. സോ നമ്മുടെ ഉത്തരം മെയിൻ ആൻസർ 3, ശിഷ്ടമായ 1 മോളില്, ഹരിച്ച സാധനമായ 12 താഴെ. 3 1/12 ഉത്തരമായി വരിക. ഒന്നുകിൽ ഓപ്ഷൻ്റെ അകത്തിൽ അന്നത്തെ പോലെ 37/12 ഉണ്ടാവും. ഇനി 37/12 കണ്ടില്ലേ, 37നെ 12 കൊണ്ട് ഹരിച്ച് മിക്സഡ് ആക്കുന്നു. 3 1/12 ഉത്തരം. ഏത് രീതി വേണമെങ്കിലും ചെയ്യാം, നിങ്ങളുടെ സൗകര്യം. കണ്ടോ, ഇങ്ങനെയാണ് ഈ സാധനം വളരെ പ്രോപ്പറായി ചെയ്യുന്ന രീതി. ഇനി ഞാൻ ഇതിനൊരു എളുപ്പവഴി പറയാം. അതായത് മിക്സഡ് ഫ്രാക്ഷൻ കൂട്ടാനോ കുറയ്ക്കാനോ മാത്രമാണെങ്കിൽ ഈ പണി കാണിക്കാവൂ. മിക്സഡ് ഫ്രാക്ഷൻ കൂട്ടാനോ കുറയ്ക്കാനോ മാത്രമാണെങ്കിൽ ഒരു എളുപ്പവഴിയുണ്ട്. മക്കളെ, മിക്സഡ് ഫ്രാക്ഷൻ ഒരുപാട് ഓപ്പറേഷൻ ഉണ്ട്. കൂട്ടലുണ്ട്, കുറയ്ക്കലുണ്ട്, ഗുണിക്കലുണ്ട്, ഹരിക്കലുണ്ട്, സ്ക്വയർ എടുക്കാനുണ്ട്, ക്യൂബ് എടുക്കാനുണ്ട്, സ്ക്വയർ റൂട്ട് എടുക്കാനുണ്ട്, ക്യൂബ് റൂട്ട് എടുക്കാനുണ്ട്, പല ഓപ്പറേഷൻസ് ഉണ്ട്. അതെല്ലാം തന്നെ നമ്മളിത് ഇങ്ങനെ ചെയ്ത പോലെ മിക്സഡ് മാറ്റിയതിന് ശേഷം മാത്രമേ ചെയ്യാൻ പറ്റൂ. നിങ്ങളെ വീണ്ടും പറയുന്നു, മിക്സഡ് ഫ്രാക്ഷൻ കൂട്ടാനോ കുറയ്ക്കാനോ മാത്രമാണെങ്കിൽ നമ്മൾ ആദ്യം ഇത് മിക്സഡ് മാറ്റാതെ എളുപ്പത്തിൽ ചെയ്യാനായിട്ട് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഇതിൻ്റെ അകത്തിലെ പൂർണ്ണസംഖ്യകൾ മാത്രം എടുക്കുക.
ഇതിലെ പൂർണ്ണസംഖ്യകൾ ഏതാ? ഇവിടെ 3, ഇടയ്ക്ക് സിമ്പൽ പ്ലസ് ആണ്, അതിട്ടു. ഇവിടെ 4, ഇടയ്ക്ക് സിമ്പൽ മൈനസ് ആണ്, അതിട്ടു. ഇവിടെ 2, ഇടയ്ക്ക് സിമ്പൽ മൈനസ് ആണ്, അതിട്ടു. 1. കണ്ടോ? അതായത് ഇതിൻ്റെ അകത്തിലെ പൂർണ്ണസംഖ്യകൾ മാത്രം ചെയ്യുക. ഒന്നുകൂടെ പറയുന്നു, ഇവിടുത്തെ പൂർണ്ണസംഖ്യ 3, ഇടയ്ക്കത്തെ ചിഹ്നം പ്ലസ്, ഇവിടുത്തെ പൂർണ്ണസംഖ്യ 4, ഇടയ്ക്കത്തെ ചിഹ്നം മൈനസ്, ഇവിടുത്തെ പൂർണ്ണസംഖ്യ 2, ഇടയ്ക്കത്തെ ചിഹ്നം മൈനസ് 1. ഓക്കെ. ഇനി 3 + 4 7 7-ൽ നിന്ന് 2 പോയാൽ 5, 5-ൽ നിന്ന് 1 പോയാൽ 4. ആലോചിച്ച് നോക്ക്. ഒന്നുകൂടെ പറയുന്നു, 3 + 4 7, 7-ൽ നിന്ന് 2 മൈനസ് ചെയ്താൽ 5, 5-ൽ നിന്ന് 1 കുറഞ്ഞാൽ അത് 4. അപ്പൊ പൂർണ്ണസംഖ്യകൾ സോൾവ് ചെയ്തപ്പോൾ നമുക്ക് 4 എന്ന് കിട്ടി. ആലോചിച്ച് നോക്ക്, 4 എന്ന് കിട്ടി. ഇനി ഇവിടുത്തെ ഭിന്നസംഖ്യകൾ സെപ്പറേറ്റ് ആയിട്ട് സോൾവ് ചെയ്യാം. ഏതൊക്കെയാ ഇവിടുത്തെ ഭിന്നസംഖ്യ എന്ന് പറയുന്നു? ആദ്യത്തേത് 1/6, ഇടയ്ക്കത്തെ സിമ്പൽ പ്ലസ്, പിന്നത്തെ ഭിന്നസംഖ്യ 1/2, ഇടയ്ക്കത്തെ സിമ്പൽ മൈനസ്, പിന്നത്തെ ഭിന്നസംഖ്യ 2/3, ഇടയ്ക്കത്തെ സിമ്പൽ മൈനസ്, പിന്നത്തെ ഭിന്നസംഖ്യ 11/12. കണ്ടോ? ഒന്നുകൂടെ പറയുന്നു, 1/6 പ്ലസ് ഇട്ടു, 1/2 മൈനസ് ഇട്ടു, 2/3 മൈനസ് ഇട്ടു, 11/12. ഇനി നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ ഛേദത്തിൻ്റെ LCM എടുക്കുക. അതായത് സാധാരണ നമ്മൾ കൂട്ടുന്ന പോലെ തന്നെ 6-ൻ്റെയും 2-ൻ്റെയും 3-ൻ്റെയും 12-ൻ്റെയും LCM എടുക്കുക. നമുക്ക് എല്ലാവർക്കും അറിയാം 6-ൻ്റെയും 2-ൻ്റെയും 3-ൻ്റെയും 12-ൻ്റെയും LCM എന്ന് പറഞ്ഞാൽ 12. ഓക്കെ, എല്ലാവർക്കും അറിയാം 12. ഇനി ഓരോ ടേമിനെയും 12 കൊണ്ട് ഗുണിക്കാം. 1/6-നെ 12 കൊണ്ട് ഗുണിച്ചാൽ ഇവിടെ 2 വരും, പ്ലസ് ഇട്ടു. 1/2-നെ 12 കൊണ്ട് ഗുണിച്ചാൽ 2ഉം 12 കൂടെ വെട്ടുമ്പോൾ 6 വരും, ഇടയ്ക്ക് മൈനസ് ഇട്ടു. 2/3-നെ 12 കൊണ്ട് ഗുണിച്ചാൽ മക്കളെ 3 4 12, 4ഉം 2ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ 8 വരും, മൈനസ് ഇട്ടു. 11/12-നെ 12 കൊണ്ട് ഗുണിച്ചാൽ 12ഉം 12 കൂടെ വെട്ടിക്കളഞ്ഞ് 11 വരും. ഒന്നുകൂടെ 1/6-നെ 12 കൊണ്ട് ഗുണിച്ചാൽ 6ഉം 12 കൂടെ വെട്ടി 2 പ്ലസ്. 1/2-നെ 12 കൊണ്ട് ഗുണിച്ചാൽ 2ഉം 12 കൂടെ വെട്ടി 6 മൈനസ്. 2/3-നെ 12 കൊണ്ട് ഗുണിച്ചാൽ വെട്ടിക്കളഞ്ഞ് 8 മൈനസ്. 12ഉം 12 കൂടെ വെട്ടിക്കളഞ്ഞ് 11. മക്കളെ 2 + 6 8. 8 - 8 0. 0 - 11. ഇവരുടെ ഉത്തരം -11/12 അതായത് ഇവിടുത്തെ പൂർണ്ണസംഖ്യകളെല്ലാം കൂടെ സോൾവ് ചെയ്തപ്പോൾ നമുക്ക് 4 കിട്ടി. ഇവിടുത്തെ ഭിന്നസംഖ്യകളെല്ലാം കൂടെ സോൾവ് ചെയ്തപ്പോൾ നമുക്ക് -11/12 കിട്ടി. ഇനി നമ്മൾ ഇത് രണ്ടും കൂടെ അങ്ങ് ചേർക്കാൻ പോവുക. പൂർണ്ണസംഖ്യയായ 4 മൈനസ് ഇത് രണ്ടൂടെ ചേർത്തപ്പോൾ -11/12. എങ്ങനെയാ ചേർത്തത്? ഒന്നുകൂടെ പറയുന്നു. പൂർണ്ണസംഖ്യ 4, ഭിന്നസംഖ്യ എന്ന് പറയുന്നത് -11/12. കണ്ടോ? ഇത് ചേർത്ത്. ഇനി നമുക്കിത് സോൾവ് ചെയ്യാം. എങ്ങനെ സോൾവ് ചെയ്യാം? നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ഇവിടെ വെറും ഒരു 4 എഴുതിയാൽ അതിൻ്റെ അടിയിൽ 1 ആണല്ലോ. 12 × 4 48. സോറി, 12 × 48 മൈനസ് 11 × 1 നമുക്ക് എല്ലാവർക്കും അറിയാം 11 ഡിവൈഡഡ് ബൈ 12 × 1 12. 48-ൽ നിന്ന് 11 പോയാൽ നമുക്കെല്ലാവർക്കും അറിയാം 37/12 ഒന്നുകിൽ ഓപ്ഷൻ്റെ അകത്തിൽ 37/12 കാണും. ഇനി അതുമല്ല 37/12 മുമ്പത്തേനെ പോലെ ഓപ്ഷൻ്റെ അകത്തിൽ ഇല്ലെങ്കിൽ 37-നെ നമ്മൾ 12 കൊണ്ട് ഭാഗിച്ചു. 12 3 36 ശിഷ്ടം 1. മെയിൻ ആൻസർ 3, ശിഷ്ടമായ 1 മുകളില്, ഹരിച്ച സാധനമായ 12 താഴെ. 3/1/12. ഒന്നുകിൽ ഈ ഉത്തരം അല്ലെ ആ ഉത്തരം, ഓപ്ഷൻ ഡി. അപ്പം ഞാൻ 2 മെത്തേഡ് പറഞ്ഞു. രണ്ടാമത്തെ മെത്തേഡ് ഒന്നുകൂടെ പറയുന്നു. പൂർണ്ണസംഖ്യകളെല്ലാം, അതായത് ഇവിടെ പെർഫെക്റ്റ് ആയ സംഖ്യകൾ മാത്രം സോൾവ് ചെയ്തു 4.
ഇനി ഭിന്നസംഖ്യകൾ മാത്രം സോൾവ് ചെയ്തു. അപ്പം നമുക്ക് കിട്ടി -11/12. ഇനി ഇത് രണ്ടുകൂടെ ചേർത്ത് വെച്ചു. 4 -11/12. 4ന്റെ അടിയിൽ 1 ആണ്. 4ഉം 12 കൂടെ മൾട്ടിപ്ലൈ ചെയ്തു 48 -11/12. 37/12 കിട്ടി. മിക്സഡ് മാറ്റി നിങ്ങളുടെ ഇഷ്ടം ഏത് രീതി വേണം ചെയ്യാം. ഇതുപോലെ നമ്മൾ ചെയ്തല്ലോ ഇത്. അടുത്ത ചോദ്യം 2022 ഡിഗ്രി പ്രിലിംസിന്റെ ഫേസ് 3 വന്ന വളരെ മനോഹരമായ ഒരു ചോദ്യമാണ് ഇത്. കണ്ടോ, 6 7/11 പ്ലസ് 13 15/22 മൈനസ് 7 3/55 മൈനസ് x ഈസ് ഈക്വൽ ടു 7 13/110 then x ഈസ് ഈക്വൽ ടു ഡാഷ്. കണ്ടോ, അപ്പൊ എക്സിന്റെ വാല്യൂ കാണണം. അപ്പൊ ഇവിടെ നമുക്ക് എങ്ങനെങ്കിലും എക്സിന്റെ വാല്യൂ കാണാനായിട്ട് നമുക്ക് എക്സിനെ അപ്പുറത്തോട്ട് കൊണ്ടുപോയിട്ട് ബാക്കിയുള്ളവനെ ഇവിടേക്ക് കൊണ്ടുവരാം. ഒന്നുമില്ല, 6 7/11 പ്ലസ് കണ്ടോ 13 15/22 മൈനസ് 7 3/55. കണ്ടോ, ഇതുവരെ ഓക്കെ ആണ് മക്കളെ. നമുക്ക് കാണേണ്ടത് എക്സിന്റെ വിലയാണ്. അപ്പൊ ഞാൻ ഈ മൈനസ് എക്സിനെ അപ്പുറത്തോട്ട് പോകുമ്പോ എക്സ് ആകും. മൈനസ് എക്സ് അല്ലേ, അത് അപ്പുറത്ത് പ്ലസ് എക്സ് ആവും. എക്സ് ആവും. 7 13/110 ഇവിടേക്ക് വരുമ്പോ മൈനസ് 7 13/110 ആവും. എങ്ങനുണ്ട്? അപ്പൊ ഇത് സോൾവ് ചെയ്താൽ നമുക്ക് എക്സിന്റെ വാല്യൂ കുഞ്ഞുങ്ങളെ കിട്ടും. ഓക്കെ ആണോ? ഒന്നുകൂടെ പറയുന്നു, നമുക്കിതിൻ്റെ അകത്തുനിന്ന് എക്സിന്റെ വാല്യൂ മാത്രം കണ്ടുപിടിക്കണം. അപ്പൊ ഞാൻ ഈ മൈനസ് എക്സിനെ അപ്പുറത്തോട്ട് വിട്ടു, പ്ലസ് എക്സ് ആയി. കണ്ടോ, ഇനി 7 13/110 ഇപ്പുറത്തേക്ക് വരുമ്പോ മൈനസ് 7 13/110 ആവും. ഈവന്റെ വാല്യൂ ആണ് എക്സ് എന്ന് പറയുന്നു. ഓക്കെ ആണോ? ഇത് നമുക്ക് എങ്ങനെങ്കിലും കാണണം. ചെയ്ത സ്റ്റെപ്പ് ഒന്നുകൂടെ, മൈനസ് എക്സ് അപ്പുറത്ത് പോയി പ്ലസ് എക്സ് ആവും. എക്സ് ആവും. ഇവനെ ഇവിടേക്ക് വരും മൈനസ്. അപ്പൊ എക്സിന്റെ വാല്യൂ കാണണമെങ്കിൽ ഇത് കാണണം. ഇതും ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ 2 മെത്തേഡിൽ നിങ്ങൾക്ക് കാണാം. ഏത് കാണണമെന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടം, ഏത് രീതിയിൽ എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടം. ഓക്കെ, ഞാൻ രണ്ടും കാണിക്കാം. ഒന്ന് ഞാൻ ഓൾറെഡി ചെയ്തു വെച്ചു. കണ്ടോ, ഇതാണ് നമുക്ക് കാണണ്ടേ, ഇതാണ് എക്സ്. നമ്മളെല്ലാവരും ഇവരുടെ മിക്സഡ് മാറ്റി. 6ഉം 11ഉം 66. 66 7 കൂട്ടുമ്പോൾ 73 ഛേദം തന്നെ 11 പ്ലസ് ഇട്ടു. 13 ഗുണം 22. 13 ഗുണം 22 എന്ന് പറയുമ്പോൾ 20 13 260 26 286 വരും. 286ഉം 15 കൂടെ കൂട്ടിയാൽ 301. 301/22 മൈനസ് ഇട്ടു. 7 ഗുണം 55 എന്ന് പറഞ്ഞാൽ 7 ഗുണം 50 350. 5 385. 385 3 കൂടെ കൂട്ടുമ്പോൾ 388/55 മൈനസ് ഇട്ടു. 7 ഗുണം 11 77 770 ആവും. 770ഉം 13 കൂടെ കൂട്ടുമ്പോൾ 783/110. ഇനി നമ്മൾ ഇവരുടെ എല്ലാം ഛേദം എടുക്കണം. 11 22 55 110 ഛേദത്തിന്റെ എൽസിയം എടുത്തു. 11ന്റെയും 22ന്റെയും 55ന്റെയും 110ന്റെയും എൽസിയം എന്ന് പറയുന്നത് മക്കളെ അത് 110 ആണ്. വേണമെങ്കിൽ സൈഡിൽ കൊണ്ടുപോയി ചെയ്ത് നോക്കാം. അല്ലേ തന്നെ വളരെ സിമ്പിളായി ആലോചിക്കൂ. 110 ആണ് വലിയ സംഖ്യ. 110നെ നമുക്ക് 11 കൊണ്ട് ഹരിക്കാം. 11 10 110. 22 കൊണ്ട് ഹരിക്കാം. 22 5 110. 55 കൊണ്ട് ഹരിക്കാം. 55 2 110. അപ്പോൾ ഇവിടുത്തെ എൽസിയം 110. അപ്പൊ എന്തായാലും ശരി അടിയിൽ 110 വരും. ഇനി ഓരോ ടീമിനെയും നമ്മൾ 110 കൊണ്ട് ഗുണിക്കണം. അപ്പൊ 73/11നെ 110 കൊണ്ട് ഗുണിക്കുമ്പോൾ മക്കളെ 11 10 110 ആണ്. 730 വരും. ഇടയ്ക്കത്തെ പ്ലസ് കിട്ടും. ഇനി 301/22നെ 110 കൊണ്ട് ഗുണിക്കണം. 22 110 കൂടെ വെട്ടിക്കളയുമ്പോൾ 5 വരും. 22 5 ആണ് 110. 5 ഗുണം 301 എന്ന് പറഞ്ഞാൽ 1505 ആണ്. എങ്ങനെ പെട്ടെന്ന് കിട്ടിയെന്ന് വെച്ചാൽ 300 ഗുണം 5 1500. 1 ഗുണം 5 5 1505. ഇടയ്ക്ക് മൈനസ് ഇട്ടു. ഈ ടേമിനെ നമ്മൾ 110 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 55 2 ആണ് 110.
388 രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ 776 മൈനസ് കിട്ടും. 783 110 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 783 വരും. കാര്യം 110 110 ക്യാൻസൽ ആവും. ഇനി 730 1505 കൂടെ കൂട്ടും. എന്നിട്ട് അതിൽ നിന്നും 776 783 കുറച്ചാൽ നമുക്ക് കിട്ടാൻ പോകുന്ന ഉത്തരം 676/110 ആയിരിക്കും. എങ്ങനെ? 730 പ്ലസ് 1505 ചെയ്യുക. ഞാൻ ചെയ്ത് നോക്കിയതാണ് ഓൾറെഡി. അതിൽ നിന്ന് 776 കുറയ്ക്കുക, അതിൽ നിന്ന് 783 കുറയ്ക്കുക. അപ്പം നമുക്ക് കിട്ടുന്ന ഉത്തരം 676/110. ഓക്കെ, ഈ 676 110നെയും നമുക്ക് 2 കൊണ്ട് വെട്ടാം. 676നെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ, അതല്ലേ വെട്ടെന്ന് പറഞ്ഞാൽ ഹരിക്കുമ്പോൾ 338 കിട്ടും. 110നെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ 55 കിട്ടും. അപ്പം നമ്മുടെ ഉത്തരം 338/55 ആയിരിക്കും. ഒന്നുകിൽ 338/55 ആയിരിക്കും, എക്സിന്റെ വാല്യൂ 338/55 ആയിരിക്കും, അല്ലെങ്കിൽ എക്സിന്റെ വാല്യൂ മിക്സഡിലായിരിക്കും. കാര്യം മോളിൽ വലിയ സംഖ്യ വന്നാൽ നമുക്ക് അവരെ മിക്സഡ് ആക്കാം. മക്കളെ, 338നെ 55 കൊണ്ട് ഹരിക്കണം. മക്കളെ, 55 ഗുണം 6 ചെയ്തു നോക്കൂ, അത് 330 കിട്ടും. എനിക്കങ്ങനെ പെട്ടെന്ന് കിട്ടിയെന്ന് വെച്ചാൽ 50 ഗുണം 6 300, 5 ഗുണം 6 330, ശിഷ്ടം 8 വരും. അപ്പം മെയിൻ ആൻസർ 6 ശിഷ്ടമായ 8 മോളില്, ഹരിച്ച സാധനമായ 55 താഴെ. അപ്പോൾ ഒന്നുകിൽ നമ്മുടെ ഉത്തരം 338/55 ആയിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ഉത്തരം 8/55 ആയിരിക്കും. ഏത് വേണമെങ്കിലും ഓപ്ഷനിൽ വരാം. നമുക്ക് ചുമ്മാതെ ഓപ്ഷൻ ഒന്ന് നോക്കാം. 8/55 ഉണ്ട്, ഓപ്ഷൻ സി. ഇങ്ങനെയാണ് ഇത് വളരെ പ്രോപ്പറായി ചെയ്യുന്ന രീതി. നോർമൽ കൺവെൻഷണൽ മെത്തേഡിൽ പണ്ട് മുതലേ നമ്മൾ ചെയ്യുന്ന രീതി അതാണ്. ഇനി അതല്ല എങ്കിൽ ഞാൻ അതിൻ്റെ എളുപ്പവഴിയൂടെ പറയാം. നിങ്ങൾക്ക് ഏതാ കംഫോർട്ടബിൾ അത് മാത്രം ചെയ്യുക. പിന്നെ ഇത്രയും വലിയതാണ്, ചിലപ്പോൾ സമയം പോകാനും സാധ്യതയുണ്ട്, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പം നമ്മൾ ആദ്യം എക്സിൻ്റെ വാല്യൂ കാണാൻ ഈ മൈനസ് എക്സിനെ അപ്പുറത്തേക്ക് വിട്ടു, എക്സ് ആയി. ഈ 713/110 ഇപ്പുറത്തേക്ക് വന്നു, -713/110 ആയി. ഇനി നമ്മൾ സോൾവ് ചെയ്യണം. എങ്ങനെ സോൾവ് ചെയ്യണമെന്ന് ചോദിച്ചാൽ ആദ്യം ഇവിടുത്തെ പൂർണ്ണസംഖ്യകളെ മാത്രം എടുക്കുക. പൂർണ്ണസംഖ്യകൾ ഏതൊക്കെയാ? 6 നോക്കിക്കോണം, 6, ഇടയ്ക്കത്തെ സിമ്പൽ പ്ലസ്, 13, ഇടയ്ക്കത്തെ സിമ്പൽ -7, ഇടയ്ക്കത്തെ സിമ്പൽ 7. എങ്ങനെയുണ്ട്? കൊള്ളാവോ? പൂർണ്ണസംഖ്യകൾ മാത്രം. ഇവിടുത്തെ പൂർണ്ണസംഖ്യ 6 എടുത്തു, പ്ലസ് 13 -7 -7, 6ഉം 13ഉം കൂടെ കൂട്ടുമ്പോൾ 19 ആണ്. 19ൽ നിന്ന് 7 കുറയ്ക്കുമ്പോൾ അത് 12 വരും. 12ൽ നിന്ന് വീണ്ടും 7 കുറയ്ക്കുമ്പോൾ അത് 5 വരും. പൂർണ്ണസംഖ്യകൾ സോൾവ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടുന്നത് 5 ആണ്. 6ഉം 13ഉം 19, 19ൽ നിന്ന് 7 പോയാൽ 12, 12ൽ നിന്ന് 7 പോയാൽ 5. ഇനി ഇവിടുത്തെ ഭിന്നസംഖ്യകൾ നമുക്ക് ഒന്ന് സോൾവ് ചെയ്യാം. ഭിന്നസംഖ്യകൾ ഏതാ? 7/11 പ്ലസ് 15/22 മൈനസ് 3/55 മൈനസ് 13/110. ഭിന്നസംഖ്യകൾ ഏതൊക്കെയാ നോക്ക്. 7/11 പ്ലസ് 15/22 മൈനസ് 3/55 മൈനസ് 13/110. ഇനി നമ്മൾ ഛേദത്തിൻ്റെ എൽസിയം എടുത്തു. 11ന്റെ 22ന്റെ 55ന്റെ 110ന്റെ എൽസിയം എടുത്തു. ആ എൽസിയം ഉറപ്പായിട്ടും 110 ആയിരിക്കും. കാര്യം വലിയ സംഖ്യ 110, ബാക്കി എല്ലായിടത്തും പോകും. നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ. ഇനി ഓരോ ടേമിനെയും 110 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 7/11 110 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 11 10 110, 7 70 ആവും. ഇനി 22നെ 110 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 22 ഗുണം 5 110, 15 ഗുണം 5 75 ആവും. ഇടയ്ക്ക് മൈനസ് കിട്ടും. 55നെ 110 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ
നമുക്ക് എല്ലാവർക്കും അറിയാം 55 ഗുണം 2 110. 55 ഗുണം 2 110. ആലോചിച്ച് നോക്ക്, 2 110. അപ്പൊ നമുക്ക് 3 2 കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് എത്ര വരും? 6 വരും. ഇടയ്ക്കത്തെ മൈനസ് ഇട്ടു. 13/110 110 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 13 വരും. ഓക്കെ, ഇനി നോക്കൂ, 70ഉം 75 കൂടെ കൂട്ടുക. മക്കളെ, 70ഉം 75 കൂടെ കൂട്ടുമ്പോൾ 145 വരും. ഈ 145-ൽ നിന്ന് 6 കുറയ്ക്കുക. 145-ൽ നിന്ന് 6 കുറയ്ക്കുമ്പോൾ 139 വരും. ഈ 139-ൽ നിന്ന് 13 കുറയ്ക്കുക. 139-ൽ നിന്ന് 13 കുറച്ചാൽ 126 വരും. 126/110 മക്കളെ, 126/110 2 കൊണ്ട് വെട്ടിച്ചെറുതാക്കിയാൽ നമുക്ക് പറയാൻ കഴിയും 63/55. 63/55 നമുക്കൊന്ന് മിക്സഡ് ആക്കി മാറ്റാം. എന്തുകൊണ്ടാ മിക്സഡ് ആക്കി മാറ്റാം എന്ന് പറയാൻ കാര്യം, മേളിൽ വലിയ സംഖ്യയാണ്, ഒരു ചാൻസ് ഉണ്ട് മിക്സഡ് ആക്കാൻ. 63-നെ 55 കൊണ്ട് വായിക്കുമ്പോൾ 55 ശിഷ്ടം ബാക്കി 8 വന്നു. അപ്പൊ മെയിൻ ആൻസർ 1. ശിഷ്ടമായ 8 മോളില്, ഹരിച്ച സാധനമായ 55 താഴെ. ഒന്നുകൂടെ, മെയിൻ ആൻസർ 1. ശിഷ്ടമായ 8 മോളില്, ഹരിച്ച സാധനമായ 55 താഴെ. അപ്പൊ പൂർണ്ണസംഖ്യകളെല്ലാം കൂടെ സോൾവ് ചെയ്തപ്പോ നമുക്ക് 5 കിട്ടി. ഇനി ഭിന്നസംഖ്യ സോൾവ് ചെയ്തപ്പോ 1/8/55 കിട്ടി. പൂർണ്ണസംഖ്യകൾ സോൾവ് ചെയ്തപ്പോ 5 കിട്ടി. ഭിന്നസംഖ്യ സോൾവ് ചെയ്തപ്പോ 1/8/55 കിട്ടി. ഇനി ഇത് രണ്ടും കൂടെ അങ്ങ് ചേർത്ത് വെക്കണം. മക്കളെ, മുമ്പത്തെ ചോദ്യത്തിൽ ചേർത്ത് വെക്കാൻ നേരത്ത് മൈനസ് ആയിരുന്നു. അപ്പൊ നമ്മൾ അവരെ തമ്മിൽ മൈനസ് ചെയ്തു. ഇനി ഇവരെ തമ്മിൽ ആഡ് ചെയ്യണം. ആഡ് ചെയ്യാൻ വളരെ സിമ്പിൾ ആണ്. 5ഉം 1/8 ഇത് ആഡ് ചെയ്യുമ്പോൾ 5 1 6 6/8/55 എന്ന് വളരെ സിമ്പിളായി നമുക്ക് ചേർത്ത് വെക്കാം. മൈനസ് ആയിരുന്നേ നമ്മൾ എന്ത് ചെയ്യേണ്ടി വന്നേനെ? മുമ്പത്തെ ചോദ്യം പോലെ മൈനസ് ഒക്കെ ചെയ്യേണ്ടി വന്നേനെ. ആഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ജസ്റ്റ് ചേർത്ത് വെക്കാന്ന്. അപ്പൊ ഒന്നുകൂടെ പറയുന്നു, ഇവിടെ പൂർണ്ണസംഖ്യ എന്ന് പറയുന്നത് 5. ഇനി ഭിന്നസംഖ്യ സോൾവ് ചെയ്തപ്പോൾ 1/8/55 കിട്ടി. ഇനി ഇവരെ രണ്ടും കൂടെ ചേർത്ത് വെക്കണം. ഇതിന്റെ ഇടയിൽ മൈനസ് ആയിരുന്നെങ്കിൽ -5, ഇപ്പൊ ഇവിടെ നമുക്ക് കിട്ടുന്ന -1/8/55 ആയിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വന്നേനെ? 5 - 1/8/55 ചെയ്യേണ്ടി വന്നേനെ. ഇവിടെ പ്ലസ് ആണോ? അപ്പൊ 5ഉം കാര്യം ഇവിടെ ഒന്നുമില്ല. അപ്പൊ ഇത് രണ്ടും കൂടെ ചേർത്ത് വെക്കണം. 6ഉം 2 കൂടെ ചേർത്ത് വെക്കണം. 6ഉം 2 കൂടെ ചേർത്ത് വെച്ചാൽ 8 കിട്ടുക. ഇനി 6ഉം -2 കൂടെ ചേർത്ത് വെച്ചാൽ 4 കിട്ടുക. 6ൽ നിന്ന് 2 കുറയ്ക്കണം. അതുപോലെ 5ഉം 1/8/55 കൂടെ ചേർത്ത് വെക്കണം. 5ഉം 1 കൂടെ ചേരുമ്പോൾ തന്നെ 6 പിന്നെ ഒരു 8/55. അപ്പൊ നമ്മുടെ ഉത്തരം 6/8/55 ആണ്. ഓപ്ഷൻ സി ഈസ് അവർ ആൻസർ. ഒന്നുകിൽ മുമ്പേ പറഞ്ഞതുപോലെ പ്രോപ്പറായ രീതിയിൽ ചെയ്യാം, അല്ലെ പൂർണ്ണസംഖ്യകളെല്ലാം സോൾവ് ചെയ്തു 5 വന്നു. ഇനി മറ്റവന്മാരെല്ലാം കൂടെ സോൾവ് ചെയ്തപ്പോൾ 1/8/55 വന്നു. ഇത് രണ്ടും കൂടെ ചേർത്ത് വെക്കുമ്പോൾ 5 1 6 പിന്നെ 8/55 സെറ്റ്. ചോദ്യം ഇങ്ങനെയാണ്: വാല്യൂ ഓഫ് 1/3 ഓഫ് 1/4 ഓഫ് 1/2 ഓഫ് 1/5 ഓഫ് 90,840. മലയാളത്തിൽ പറഞ്ഞാൽ 90,840 1/3 1/4 1/2 1/5 എത്ര എന്നതാണ് ചോദ്യം. കണ്ടു പേടിക്കൊന്നും വേണ്ട. 2022 ഡിഗ്രി പ്രിലിംസിന് വന്നതാണ്. ഇതെല്ലാം ഇവിടെ നിരത്തി അങ്ങ് ഗുണിച്ചാൽ മതി. അതായത് 1/3 ഓഫ് എന്ന് പറഞ്ഞാൽ 1/3 ഇൻറ്റു 1/4 ഓഫ് എന്ന് പറഞ്ഞാൽ 1/4 ഇൻറ്റു 1/2 ഓഫ് എന്ന് പറഞ്ഞാൽ 1/2 ഇൻറ്റു 1/5 ഓഫ് എന്ന് പറഞ്ഞാൽ 1/5 ഇൻറ്റു 90,840 90,840 ഇത്രയേ ഉള്ളൂ. ഒന്നുകൂടെ പറയുന്നു: 1/3 ഇൻറ്റു 1/4 ഇൻറ്റു 1/2 ഇൻറ്റു 1/5 ഇൻറ്റു 90,840.
ഇനി മക്കളെ നമുക്കിത് എങ്ങനെ സോൾവ് ചെയ്യാം? വേണമെങ്കിൽ ഓരോന്നും വെട്ടാം. 2 കൊണ്ട് വെട്ടാം, 4 കൊണ്ട് വെട്ടാം, 5 കൊണ്ട് വെട്ടാം, 3 കൊണ്ട് വെട്ടാം. അതിലും നല്ലത് എനിക്ക് വെട്ടാൻ പെട്ടെന്ന് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഈ ഡിനോമിനേറ്റർ എല്ലാം കൂടെ ഗുണിക്കുക. സാധാരണ നമ്മൾ ഭിന്നസംഖ്യകൾ ഗുണിക്കുന്നതൊക്കെ അങ്ങനല്ലേ, ന്യൂമറേറ്റർ എല്ലാം കൂടെ ഗുണിക്കുന്നു, ഡിനോമിനേറ്റർ എല്ലാം കൂടെ ഗുണിക്കുമ്പോൾ 3 4 12 അല്ലേ, 3 4 12, 12 5 12 2 24, 24 5 120. അപ്പോൾ 1/120 ഇൻറ്റു 90,840. കാര്യം ഛേദം എല്ലോടെ ഗുണിച്ചു. 3 4 12, 12 2 24, 24 5 120. ഇനി ഈ 0 പോയി. കാര്യം 2 0 ഈസി ആയിട്ട് ക്യാൻസലായി. ഇനി 9084 12 കൊണ്ട് ഹരിക്കുന്നതായിരിക്കും ഉത്തരം. വേണമെങ്കിൽ 2 കൊണ്ടും 4 കൊണ്ടും ഒക്കെ വെട്ടാം, പക്ഷെ കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടെ എളുപ്പം ഇതാ. പിന്നെ ഈ ഓപ്ഷൻ്റെ അകത്തിലെങ്കിലും പോയിന്റും ഇല്ല, അപ്പോൾ പിന്നെ 12 കൊണ്ട് ഹരിച്ചു നോക്കാം. മക്കളെ 12 7 84 വന്നു. ബാക്കി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 6 6 8 12 5 60 വന്നു. ബാക്കി 84. 7 5 വരുമ്പോൾ തന്നെ 2 3 ഉണ്ട്. 84 വരുമ്പോൾ 12 7 84 787 ഉത്തരം. ഓപ്ഷൻ സി ഈസ് അവർ ആൻസർ. ചെയ്ത സ്റ്റെപ്പ് ഒന്നുകൂടെ. 1/3 ഇൻറ്റു 1/4 ഇൻറ്റു 1/2 ഇൻറ്റു 1/4 ഇൻറ്റു 90,840. ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 120 വന്നു. 0 0 പോയി. 9084 12 കൊണ്ട് ഭാഗിച്ച് 757 എന്ന് ഉത്തരം വന്നു. ഇതുപോലെ ഒരു ചോദ്യം ഇവിടെ. 1/3 ഓഫ് 1/2 ഓഫ് 1/5 ഓഫ് 1/2 ഓഫ് 600. മലയാളത്തിൽ പറഞ്ഞ 600-ന്റെ 1/3-യുടെ 1/2-ന്റെ 1/5-ന്റെ 1/2 എത്ര? അപ്പം നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്? 1/3 ഇൻറ്റു 1/2 ഇൻറ്റു 1/5 ഇൻറ്റു 1/2 ഇൻറ്റു 600. വേണമെങ്കിൽ സെപ്പറേറ്റ് വെട്ടാം. സെപ്പറേറ്റ് ഓരോ 5 കൊണ്ട് 2 കൊണ്ട് 3 കൊണ്ട് നിങ്ങളുടെ സൗകര്യം ഏതാണോ. ഞാൻ ഇതെല്ലാം കൂടെ ഗുണിച്ചു. 3 × 2 6 6 5 30 അല്ലേ, 6 5 30. 30-നെ 2 കൊണ്ട് ഗുണിക്കുമ്പോൾ 60. 1/60 ഇൻറ്റു 600. 2 10, 10 2 20, 23 60. അപ്പോൾ ഇതെല്ലാം കൂടെ 1/60 വന്നു. 1/60 ഇൻറ്റു 600. ഈ 0 പോയി അല്ലെ. 60-നെ 6 കൊണ്ട് ഹരിച്ച് നമ്മുടെ ഉത്തരം 10. സെറ്റാണ്. അടുത്ത ചോദ്യം. 3 1/2 മൈനസ് 2 1/3 മൈനസ് 1/3 the whole divided by 5 1/2 into 5/11 minus 1 2/3. 2023 ഡിഗ്രി പ്രിലിംസിന്റെ ഫേസ് 2 വന്ന ചോദ്യമാണ്. ശരിക്കും പറഞ്ഞാൽ ഭിന്നസംഖ്യകളുടെ കൺസെപ്റ്റ് മുഴുവൻ അറിയാമെങ്കിൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റൂ. കൂട്ടാൻ അറിയണം, കുറയ്ക്കാൻ അറിയണം, ഗുണിക്കാൻ അറിയണം, ഹരിക്കാൻ അറിയണം. ആലോചിച്ച് നോക്ക്. ഇത് ഇൻറ്റു മാത്രമേ ഉള്ളായിരുന്നെങ്കിൽ കോമണായ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ വെട്ടിയൊക്കെ കളയാമായിരുന്നു. ഇവിടെ അത് നടക്കില്ല. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇത് സെപ്പറേറ്റ് ആയിട്ട് ഓരോന്നും ചെയ്യണം. അപ്പോൾ നമുക്ക് തൽക്കാലം ഇതിൻ്റെ മേളത്തെ പോർഷൻ അങ്ങ് ചെയ്യാം. മേളത്തെ പോർഷൻ എന്തുവാ? 3 1/2 മൈനസ് 2 1/3 മൈനസ് 1/3. ഇതാണ് ഇതിൻ്റെ മേളത്തെ പോർഷൻ. ഇത്ര എന്തുവാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. എങ്ങനെ നോക്കണമെന്ന് ചോദിച്ചാൽ, ഒന്നുകിൽ ഞാൻ മുമ്പേ നിങ്ങളോട് പറഞ്ഞ പോലെ സെപ്പറേറ്റ് ആയിട്ട് പൂർണ്ണസംഖ്യകളും ഭിന്നസംഖ്യകളും മാത്രമായിട്ട് ചെയ്യാം, അല്ലെങ്കിൽ എപ്പോഴും ചെയ്യുന്നത് പോലെ മിക്സഡ് മാറ്റി ചെയ്യാം. നമ്മളിത് മിക്സഡ് മാറ്റി ചെയ്യാം. 2 രീതി വേണേലും ചെയ്യാം. 3 2 6 6 ഒന്നുകൂടെ കൂട്ടുമ്പോൾ 7. അപ്പോൾ 3 1/2 മാറ്റുമ്പോൾ 7/2 ആവും. മൈനസ് 2 3 ഗുണിക്കുമ്പോൾ 6 6 ഒന്നുകൂടെ കൂട്ടുമ്പോൾ 7 7/3 ആവും. മൈനസ് ഈ 1/3 അതുപോലെ തന്നെ കൊടുത്തു. കാര്യം അത് മിക്സഡ് അല്ലല്ലോ. അപ്പോൾ ഇത് മാറ്റിയപ്പോൾ 3 1/2 മാറ്റിയപ്പോൾ 7/2 ആയി. 2 1/3 മാറ്റിയപ്പോൾ 7/3 മൈനസ് 1/3. ഇനി നമ്മൾ ഛേദത്തിൻ്റെ എൽസിയം എടുക്കണം. ഛേദം ഏതൊക്കെയാണ്? 2 3 3. 2-ന്റെയും 3-ന്റെയും 3-ന്റെയും എൽസിയം എടുത്തു. 2-ന്റെയും 3-ന്റെയും 3-ന്റെയും എൽസിയം എന്ന് പറയുന്നത് മക്കളെ 6.
6. ആ 6 നമ്മൾ അടിയിലോട്ട് കൊടുത്തു. കാര്യം 2ഉം 3ഉം കോമൺ ഫാക്ടേഴ്സ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് 2ഉം 3ഉം കൂടെ ഗുണിച്ചു. 6 ഇവരുടെ LCM. 6 ആയിരിക്കും എന്തായാലും അടിയിൽ വരാൻ പോകുന്നത്. ഇനി ഓരോ ടേമിനെയും നമ്മൾ 6 കൊണ്ട് ഗുണിക്കാം. 7/2 6 കൊണ്ട് ഗുണിക്കുമ്പോൾ 2 6 3 6 2 കൂടെ വെട്ടും 3 7 3 21 മൈനസ് ഇട്ടു. 7/3 6 കൊണ്ട് ഗുണിക്കുമ്പോൾ മക്കളെ 3 2 6 7 2 കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് 14 മൈനസ് 1/3 6 കൊണ്ട് ഗുണിക്കുമ്പോൾ 3ഉം 6 കൂടെ വെട്ടിക്കളയുന്ന 2 വരും. 1ഉം 2ഉം 2 ചെയ്ത സ്റ്റെപ്പ് ഒന്നുകൂടെ. 7/2 6 കൊണ്ട് ഗുണിച്ചു. 2ഉം 6 കൂടെ വെട്ടുമ്പോൾ 3 വന്നു. 3ഉം 7 കൂടെ ഗുണിച്ച് 21 മൈനസ് ഇട്ടു. 7/3 6 കൊണ്ട് ഗുണിച്ചു. 3ഉം 6 കൂടെ വെട്ടുമ്പോൾ 2 വന്നു. 7ഉം 2 കൂടെ ഗുണിച്ച് 14 വന്നു മൈനസ് ഇട്ടു. 1/3 6 കൊണ്ട് ഗുണിച്ചപ്പോൾ ഇത് 3ഉം 6 കൂടെ വെട്ടിയ 2 വന്നു. 21 മൈനസ് 14 എന്ന് പറഞ്ഞാൽ 7. 7 മൈനസ് 2 എന്ന് പറഞ്ഞാൽ 5. നമ്മുടെ മേളത്തെ പോർഷൻ 5/6 എന്ന് വന്നു. അതവിടെ നിൽക്കട്ടെ. അപ്പൊ മേളത്തെ പോർഷൻ നമ്മുടെ കയ്യിലുണ്ട് 5/6. ഇനി നമുക്ക് ഈ ബ്രാക്കറ്റ് അങ്ങ് സോൾവ് ചെയ്യാം. എന്നിട്ട് ഈ ബ്രാക്കറ്റ് മാത്രം. ഈ ബ്രാക്കറ്റിൻ്റെ അകത്ത് ആരാ ഉള്ളത്? 5 1/2 മൈനസ് 5/11. ഈ ബ്രാക്കറ്റ് മാത്രം സോൾവ് ചെയ്യാം. ബ്രാക്കറ്റിൻ്റെ അകത്തിൽ 5 1/2 മൈനസ് അല്ല, സോറി, 5 1/2 സോറി, ബ്രാക്കറ്റിൻ്റെ അകത്തിൽ 5 1/2 ഇൻറ്റു 5/11. നമുക്കത് മാത്രം സോൾവ് ചെയ്യാം. അപ്പോൾ ബ്രാക്കറ്റിൻ്റെ അകത്തിൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ മിക്സഡ് മാറ്റുമ്പോൾ 5ഉം 2ഉം 10, 10 1 11. മിക്സഡ് മാറ്റിയപ്പോൾ ഇത് 11/2 ഇൻറ്റു 5/11 എന്ന് വന്നു. ഇനി നമുക്ക് എല്ലാവർക്കും അറിയാം ഈ 11ഉം 11 എന്തായാലും വെട്ടിപ്പോവും. കാര്യം ഇൻറ്റു ചെയ്യുമ്പോൾ താഴെ മേളിൽ സെയിം ആയിട്ട് വന്നു. അപ്പൊ ഈ സാധനം 5/2. കണ്ടോ, 5/2. അപ്പൊ ഈ ബ്രാക്കറ്റിന്റെ അകത്തുള്ള സാധനം സോൾവ് ചെയ്തപ്പോൾ 5 1/2 മാറ്റിയപ്പോൾ നമുക്ക് 11/2 ഇൻറ്റു 5/11 11 വെട്ടിക്കളഞ്ഞു. നമുക്ക് 5/2 എന്ന് വന്നു. ഇനി നമുക്ക് ഈ താഴത്തെ പോർഷൻ മുഴുവൻ ഒന്ന് സോൾവ് ചെയ്തേ. 5/2 മൈനസ് 1 2/3. 5/2 മൈനസ് 1 2/3. ഇതെങ്ങനെ സോൾവ് ചെയ്യാം? നമ്മൾ മിക്സഡ് മാറ്റും. 3 1 നമുക്ക് ആ 1 2/3 മാറ്റുക. 3 1 3, 3ഉം 2 കൂടെ കൂട്ടുമ്പോൾ 5. അപ്പൊ 5/2 മൈനസ് 5/3 ആയി. 5/2 മൈനസ് 5/3 ആയി. ഇനി നമുക്ക് എല്ലാവർക്കും അറിയാം, ഒന്നുകിൽ ഈ സാധനം LCM എടുത്ത് സോൾവ് ചെയ്യാം, അതല്ലെങ്കിൽ ക്രോസ് ചെയ്യാം. ഞാൻ ക്രോസ് ചെയ്യാം. 5ഉം 3ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ 15 മൈനസ് 5ഉം 2ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ 10 ഡിവൈഡഡ് ബൈ 3ഉം 2ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ 6. 15ൽ നിന്ന് 10 പോയാൽ 5/6. അപ്പൊ താഴത്തെ വാല്യൂ നമുക്ക് 5/6 എന്ന് കിട്ടി. അപ്പൊ മേളത്തെ വാല്യൂ നമുക്ക് 5/6 എന്ന് കിട്ടിയതാണ്. ബൈ താഴത്തെ വാല്യൂ നമുക്ക് 5/6 എന്ന് കിട്ടിയതാണ്. ആലോചിച്ച് നോക്ക്, താഴെയും 5/6 ആണ്, മേളിലും 5/6 ആണ്. അപ്പൊ ഒരു സംഖ്യയെ ആ സംഖ്യ കൊണ്ട് തന്നെ ഹരിച്ചാൽ 1 അല്ലേ? അല്ലേ തന്നെ നമുക്കറിയാം താഴെ മേളിലും ഒരേ സംഖ്യ തന്നെ വന്നാൽ അത് വെട്ടിപ്പോകത്തില്ലേ? 5/6ഉം 5/6ഉം വെട്ടിപ്പോയി. നമ്മുടെ ഉത്തരം ഓപ്ഷൻ എ 1 ആണ് എന്ന് നിസ്സംശയം പറയാം. അല്ലെ 5/6 ഇൻറ്റു 6/5 എന്നൊക്കെ ആവും. അപ്പോഴും 1 തന്നെ. എനിക്കറിയാം ഒരു സ്വല്പം ചെയ്യാനുണ്ട്, പക്ഷെ വലിയ കുഴപ്പമില്ല. അപ്പോൾ ഒന്നുകൂടെ പറയുന്നു, മേളത്തെ പോർഷൻ നമ്മൾ ആദ്യം സോൾവ് ചെയ്തു. മേളത്തെ പോർഷൻ സോൾവ് ചെയ്ത് വന്നപ്പോൾ നമുക്ക് അവരുടെ വാല്യൂ 5/6 എന്ന് കിട്ടും. ഓക്കെ ആണ് സുഹൃത്തുക്കളെ. ഇനി നമുക്ക് ഈ ബ്രാക്കറ്റ് മാത്രം സോൾവ് ചെയ്തു. 5 1/2 ഇൻറ്റു 5/11 ചെയ്തു. അപ്പോൾ നമുക്ക് 5/2 എന്ന് ഉത്തരം കിട്ടി. ഇനി ഇത് മുഴുവൻ സോൾവ് ചെയ്തപ്പോൾ ബ്രാക്കറ്റിൻ്റെ അകത്തിൽ 5/2 മൈനസ് 1 2/3. ഈ 1 2/3 മാറ്റുമ്പോൾ 5/3 ആണ് എന്ന് മനസ്സിലാവും. 5/2 മൈനസ് 5/3 എന്ന് പറയുമ്പോൾ
5 3 15 -10 ഡിവൈഡഡ് ബൈ 6. 15-ൽ നിന്ന് 10 പോയാൽ 5/6 എന്ന് ഉത്തരം കിട്ടും. മേളിൽ 5/6 ആണ്, ബൈ താഴെയും 5/6 ആണ്. മേളിലും താഴെയും 5/6 ആണെങ്കിൽ താഴെയും മേളിലും ഒരേ സംഖ്യ വന്നാൽ നമുക്കവരെ വെട്ടിക്കളഞ്ഞ് നമുക്ക് പറയാം ഓപ്ഷൻ എ 1 ആണ് ഉത്തരം, പക്ക. അടുത്ത 2024 ഡിഗ്രി പ്രിലിംസിന്റെ ഫേസ് 1 വന്ന ചോദ്യമാണ്. ചോദ്യം ഇങ്ങനെയാണ്: എ ബോക്സ് ഈസ് ടു ബി ഫിൽഡ് വിത്ത് ആപ്പിൾസ് ഈച്ച് വെയിങ് 1/10 കിലോഗ്രാം. അതായത് 1/10 കിലോ ഭാരമുള്ള ആപ്പിളുകൾ കൊണ്ട് ഒരു ബോക്സ് നിറയ്ക്കണം. ഒന്നുകൂടെ പറയുന്നു, 1/10 കിലോ ഭാരമുള്ള ആപ്പിളുകൾ കൊണ്ട് ഒരു ബോക്സ് നിറയ്ക്കണം. ഇപ്പോൾ ഒരു ആപ്പിളിന്റെ ഭാരം 1/10 ആണ്. ദ വെയിറ്റ് ഓഫ് ദി ബോക്സ് ആഫ്റ്റർ ഫില്ലിംഗ് ദ ആപ്പിൾസ് ഷുഡ് നോട്ട് എക്സീഡ് 4/5 കിലോ. എന്ന് പറഞ്ഞാൽ ഈ ആപ്പിളുകളൊക്കെ ഫില്ല് ചെയ്ത ശേഷം ഇതിൻ്റെ വെയിറ്റ്, അതായത് ആ ബോക്സിൻ്റെ വെയിറ്റ് 4/5 കിലോയിൽ കൂടാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ ആ ബോക്സിന്റെ മാക്സിമം വെയിറ്റ് എന്ന് പറയുന്നത് 4/5 കിലോയാണ്. എക്സീഡ് ആവാൻ പാടില്ല എന്ന് പറഞ്ഞാൽ കൂടാൻ പാടില്ല. അപ്പൊ ഇതുവരെ പറഞ്ഞ കാര്യം ഒന്നുകൂടെ പറയുന്നു. 1/10 കിലോ ഭാരമുള്ള ആപ്പിൾ കൊണ്ട് നമ്മൾ ഒരു ബോക്സ് നിറയ്ക്കണം. ഈ ബോക്സിന്റെ ഭാരം 4/5 കിലോ കൂടാൻ പാടില്ല. അതായത് മാക്സിമം ഈ ബോക്സിന്റെ ഭാരം 4/5 കിലോയാണ്. വാട്ട് ഈസ് ദ മാക്സിമം നമ്പർ ഓഫ് ആപ്പിൾസ് ദാറ്റ് ക്യാൻ ബി പുട്ട് ഇൻസൈഡ് ദ ബോക്സ്? അങ്ങനെയാണ് ഈ ബോക്സിൻ്റെ അകത്തിൽ എത്ര ആപ്പിളുകൾ ഇടാൻ പറ്റും, മാക്സിമം എത്ര ആപ്പിളുകൾ ഇടാൻ പറ്റും? മക്കളെ ഒന്നുമില്ല, വളരെ സിമ്പിളായ സാധനം. നമ്മൾ 4/5 കിലോ ഭാരമുള്ള, അല്ലെ മാക്സിമം 4/5 കിലോ ഭാരമുള്ള ഒരു ബോക്സ് നിറയ്ക്കുന്നു. ബോക്സ് നിറയ്ക്കുന്നത് 1/10 കിലോ ഭാരമുള്ള ആപ്പിൾ വെച്ചിട്ടാണ്. അപ്പോൾ എത്ര ആപ്പിൾ നിറയ്ക്കാന്ന് ചോദിച്ചാൽ 4/5നെ 1/10 കൊണ്ട് ഹരിച്ചാൽ പോരെ. വളരെ സിമ്പിൾ അല്ലേ? ആലോചിച്ച് നോക്ക്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, എൻ്റെ കയ്യിൽ അല്ലെങ്കിൽ 50 രൂപയാക്കണം, ഒരു വഞ്ചിയിൽ 50 രൂപ ഇടണം, മാക്സിമം 50 രൂപ ഇടണം. പക്ഷേ ആ വഞ്ചിക്കകത്തിൽ 10 രൂപയുടെ കോയിനുകൾ മാത്രമേ ഇടാൻ പാടുള്ളൂ. 10 ഇട്ടു, മാക്സിമം 50 രൂപ ആകണമെങ്കിൽ 5 എണ്ണമല്ലേ? അതെങ്ങനെ കിട്ടി? 50/10. അപ്പൊ ഇനി ഞാൻ വേറൊരു ഉദാഹരണം പറയാം. 100 കിലോയുടെ ഒരു ബോക്സ് നിറയ്ക്കണം. 2 കിലോയുടെ ആപ്പിള് അല്ലെ 2 കിലോയുടെ എന്തെങ്കിലും ഒരു സാധനം വെച്ചാൽ നിറയ്ക്കുക. എത്ര എണ്ണം നിറയ്ക്കാൻ പറ്റും? 100/2 50. അതേപോലെ ഈ ബോക്സിന്റെ മാക്സിമം ഭാരം 4/5 കിലോയാണ്. നമ്മൾ നിറയ്ക്കുന്ന ഒരാപ്പിളിന്റെ ഭാരം 1/10 കിലോയാണ്. അപ്പോ മൊത്തം എത്ര ആപ്പിള് നിറയ്ക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ആകെ ഭാരമായ 4/5നെ 1/10 കൊണ്ട് ഹരിക്കുക. ഇനി നമുക്കറിയാം ഭിന്നസംഖ്യ ഹരിക്കുന്നതിന് തിരിച്ചിട്ട് ഗുണിച്ചാൽ മതി എന്ന്. 4/5 × 10/1. കാര്യം ഭിന്നസംഖ്യ കൊണ്ട് ഹരിക്കാന്ന് പറഞ്ഞാൽ തിരിച്ചിട്ട് ഗുണിക്കാന്ന്. വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ സ്റ്റെപ്പ് വേണം എഴുതാം. 4/5 ഡിവൈഡഡ് ബൈ 1/10. അപ്പോഴും തിരിഞ്ഞു വന്ന് 10/1 ആയിക്കോളും. അപ്പോൾ ഒന്നുകൂടെ പറയുന്നു. അപ്പോൾ ഈ സാധനം തിരിച്ചിട്ട് ഗുണിക്കുമ്പോൾ 1 5 5, ഈ 5 10, 5ഉം 10ഉം 5 വെച്ച് വെട്ടിയപ്പോൾ 4 × 2. നമ്മുടെ ഉത്തരം 8 ആണ്. ഓപ്ഷൻ ബി ആണ്. ഒന്നുകൂടെ പറയുന്നു. മാക്സിമം ബോക്സിന്റെ ഭാരം 4/5 കിലോയാകാവൂ. മാക്സിമം എന്ന് പറഞ്ഞാൽ ബോക്സിന്റെ ഭാരം അങ്ങേ അറ്റം 4/5. നമ്മൾ നിറയ്ക്കുന്ന ഒരാപ്പിളിന്റെ ഭാരം 1/10. അപ്പൊ എത്ര ആപ്പിൾ നിറയ്ക്കാമെന്ന് ചോദിച്ചാൽ 4/5നെ 1/10 കൊണ്ട് ഹരിക്കുക. 4/5 ഹരിക്കുന്നതിന് പകരം ഇൻറ്റു തിരിച്ചിടുക, തിരിച്ചിട്ട് ഗുണിക്കുക. ഭിന്നസംഖ്യ ഹരിക്കുന്നതിന് പകരം തിരിച്ചിട്ട് ഗുണിക്കുക എന്നതാണ് റൂൾ. 1/10 കൊണ്ട് ഹരിക്കുന്നതിന് പകരം 1/10നെ തിരിച്ചിട്ട് 10/1 ആവും. ഇത് വെട്ടുമ്പോൾ 2. 4 × 2. നമ്മുടെ ഉത്തരം 8. ഓപ്ഷൻ ബി ഈസ് അവർ ആൻസർ. 2024 ഡിഗ്രി പ്രിലിംസിന് വന്ന ഒരു ചോദ്യം. ഈ ചോദ്യം RRB NTPC പരീക്ഷകളൊക്കെ എഴുതാൻ പോകുന്നവരൊക്കെ നല്ല രീതിയിൽ നോട്ട് ചെയ്ത് വെച്ചോളുക. ഇത് വരാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. സ്ഥിരം റിപ്പീറ്റ് ആവുന്ന ഒരു ചോദ്യമാണ്. ചോദ്യം ഇങ്ങനെയാ പറയുന്നത്:
1 മൈനസ് 1/2 ഇൻറ്റു 1 മൈനസ് 1/3 ഇൻറ്റു 1 മൈനസ് 1/4 ഇൻറ്റു അങ്ങനെ പോയി 1 മൈനസ് 1/20. അപ്പോൾ ഇതെങ്ങനെയാ ചെയ്യുക എന്ന് ഞാനൊന്ന് പറയാം. നമ്മൾ ആദ്യം 1 മൈനസ് 1/2 എന്താണ് എന്ന് കണ്ടെത്തുക. മക്കളെ 1 മൈനസ് 1/2 എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഇങ്ങനെയൊക്കെ ക്രോസ് ഒക്കെ ചെയ്യാം. 1ൽ നിന്ന് ഏതെങ്കിലും ഒരു ഭിന്നസംഖ്യ കുറയ്ക്കാനായിട്ട് വരുവാണെങ്കിൽ ഞാൻ സിമ്പിളായിട്ടൊരു ഷോർട്ട് കട്ട് പറയാം. നിങ്ങൾ മൈൻഡിൽ ഈ 2 മനസ്സിലാലോചിക്കുക. ഈ ഛേദം നോക്കുക 2. അപ്പോൾ 1ന് പകരം നിങ്ങൾ 2/2 എന്നാലോചിക്കുക. ഇവിടെ 2 ആയതുകൊണ്ട് നിങ്ങൾ എഴുതാനൊന്നും നിൽക്കേണ്ട. 1ന് പകരം 2/2 എന്നാലോചിക്കുക. 2/2 എന്ന് പറഞ്ഞാൽ 1 അല്ലേ? അപ്പം 2/2ൽ നിന്ന് 1/2 പോയാൽ ബാക്കി 1/2 അല്ലേ? ഇങ്ങനെ ഒന്ന് കുറേ പ്രാക്ടീസ് ചെയ്താൽ ഈ 1 കൊണ്ടുള്ള കുറയ്ക്കലൊക്കെ നമുക്ക് മൈൻഡിൽ നിന്ന് ചെയ്യാം. ഇപ്പോൾ ഒരു വേറെ ഉദാഹരണം പറയാം. 1 മൈനസ് 7/9, 1 മൈനസ് 8/11, 1 മൈനസ് 7/10, വാട്ടെവർ 7/10 നമുക്ക് നോക്കാം. ഇവിടെ 9 വന്നു. അപ്പോൾ നമ്മൾ ഈ 1ന്റെ സ്ഥാനത്ത് 9/9 എന്ന് ആലോചിക്കുക. 9 ഛേദത്തിൽ ഏതാണോ അതിനനുസരിച്ച്. 9/9 എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ്. ആലോചിച്ച് നോക്ക്. 9/9ൽ നിന്ന് 7/9 കുറയ്ക്കുമ്പോൾ ബാക്കി എന്തേ ഉള്ളൂ? 2/9 ഉള്ളൂ. കണ്ടോ? ഇത് ക്രോസ് ചെയ്താലും ഇത് തന്നെയാ വരിക. ഇനി ഇവിടെ നിന്ന് ഇവിടെ 11 ആയതുകൊണ്ട് 1ന്റെ സ്ഥാനത്ത് നമ്മൾ 11/11 എന്ന് ആലോചിക്കുക. 11/11ൽ നിന്ന് 8/11 കുറച്ചാൽ ബാക്കി 3/11 ഉള്ളൂ. കണ്ടോ? അടുത്തത് ഇവിടെ 10 വന്നതുകൊണ്ട് ഇവിടെയും നമ്മൾ 10 എന്ന് ആലോചിക്കുക. 10/10 എന്ന് ആലോചിക്കുക. 10/10ൽ നിന്ന് 7/10 കുറച്ചാൽ ബാക്കി 3/10 ഉള്ളൂ. കണ്ടോ? മൈൻഡിൽ നിന്ന് നമുക്ക് ചെയ്യാം. വേറെ 1 മൈനസ് 3/4. ഇവിടെ 4 വന്നതുകൊണ്ട് ഈ 1നെ നമുക്ക് മനസ്സിൽ 4/4 എന്ന് ആലോചിക്കാം. 4/4 എന്ന് പറഞ്ഞാൽ 1 തന്നെയാ. 4/4ൽ നിന്ന് 3/4 പോയാൽ ബാക്കി 1/4 അല്ലേടാ പിള്ളാരെ? ഇനി 1 മൈനസ് 7/12. ഇവിടെ 12 വന്നതുകൊണ്ട് ഇവനെ നമുക്ക് 12/12 എന്ന് ആലോചിക്കാം. 12/12ൽ നിന്ന് 7/12 പോയാൽ ബാക്കി 5/12 അല്ലേ ഉള്ളോ? ഇങ്ങനെ ആലോചിച്ചാൽ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. അപ്പോൾ 1 മൈനസ് 1/2 എത്രയാ? ഇവിടെ 2 വന്നതുകൊണ്ട് 2/2ൽ നിന്ന് 1/2 പോയാൽ ബാക്കി 1/2 ഇൻറ്റു 1 മൈനസ് 1/3. ഇവിടെ 3 വന്നതുകൊണ്ട് ഈ 1നെ നമുക്ക് 3/3 എന്ന് ആലോചിക്കാം. 3/3ൽ നിന്ന് 1/3 പോയാൽ ബാക്കി 2/3 ഇൻറ്റു 1 മൈനസ് 1/4. ഇവിടെ 4 വന്നതുകൊണ്ട് ഈ 1നെ നമുക്ക് 4/4 എന്ന് ആലോചിക്കാം. 1 എന്ന് പറഞ്ഞാൽ മൊത്തമാണ്. അതിൽ നിന്ന് 1/4 പോയാൽ ബാക്കി 3/4 ആണ്. അങ്ങനെ വേണേലും ആലോചിക്കാം. 4/4ൽ നിന്ന് 1/4 പോയാൽ ബാക്കി 3/4 ആണ്. ഇങ്ങനെ പോയി 1 മൈനസ് 1/20. 1 മൈനസ് 1/20 എന്ന് പറയുമ്പോൾ ഇവിടെ 20 വന്നതുകൊണ്ട് നമുക്കിവരെ 20/20 എന്ന് ആലോചിക്കാം. 20/20ൽ നിന്ന് 1/20 പോയാൽ 1/20 പോയാൽ ബാക്കി 19/20 ആണ്. എങ്ങനുണ്ട്? ഇനി ഇതിൻ്റെ ഒരു പാറ്റേൺ നിങ്ങൾ നോക്കിക്കേ. ഇത് രണ്ടുകൂടെ വെട്ടും. 2 × 2. ഇത് രണ്ടുകൂടെ വെട്ടും. ഇത് രണ്ടുകൂടെ വെട്ടും. ഇത് രണ്ടുകൂടെ വെട്ടും. ഇത് രണ്ടുകൂടെ വെട്ടും. ലാസ്റ്റ് ഇങ്ങനെ നമ്മൾ വെട്ടി തകർക്കും ഇത്. ഇനി ബാക്കി നിൽക്കുന്നത് ഇവിടെ ഒരു 1ഉം ഇവിടെ ഒരു 2 ആണ്. 20യുമാണ്. ബാക്കി മേളിൽ ഒരു 1ഉം താഴെ ഒരു 20യും ഉണ്ട്. ബാക്കി ഈ ഒരു പ്രോസസ്സ് നോക്കിയാൽ എല്ലാം വെട്ടിപ്പോവും. സോ നമ്മുടെ ഉത്തരം 1/20 ആണ്. സെറ്റാണ്. മുമ്പോട്ട് പോവാം. എങ്ങനെയുണ്ട്? ഒന്നുകൂടെ. 1 മൈനസ് 1/2 എന്ന് പറഞ്ഞാൽ 2/2ൽ നിന്ന് 1/2 കുറയ്ക്കണം. 2/2ൽ നിന്ന് 1/2 കുറച്ചാൽ ബാക്കി 1/2 ഇൻറ്റു 1 മൈനസ് 1/3 എന്ന് പറഞ്ഞാൽ 3/3ൽ നിന്ന് 1/3 കുറയ്ക്കണം. ബാക്കി 2/3 ഇൻറ്റു 1 മൈനസ് 1/4 എന്ന് പറഞ്ഞാൽ
4/4 നിന്ന് 1/4 കുറയ്ക്കണം, ബാക്കി 3/4. അങ്ങനെ പോയി 1 - 1/20 എന്ന് പറഞ്ഞാൽ 20/20 നിന്ന് 1/20 കുറയ്ക്കണം, ബാക്കി 19/20. ഇത് ഇൻഡു ആയതുകൊണ്ട് ഇങ്ങനെ വെട്ടാം, ഇങ്ങനെ വെട്ടാം, ഇങ്ങനെ വെട്ടാം, ഇങ്ങനെ വെട്ടാം, ഇങ്ങനെ വെട്ടാം, ലാസ്റ്റ് ഇങ്ങനെ വെട്ടിത്തീരും. മേളിൽ ഒരു 1 കൊണ്ട് താഴെ ഒരു 20 കൊണ്ട്. സോ നമ്മുടെ ഉത്തരം 1/20 എന്ന് നിസ്സംശയം നമുക്ക് പറയാം. ഇനി അടുത്ത് ഇതേപോലെ ഒരു 2 ചോദ്യം നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. 1 - 1/2. മക്കളെ ഇവിടെ 2 ആയതുകൊണ്ട് 2/2 നിന്ന് 1/2 പോയാൽ ബാക്കി 1/2 ഇൻറ്റു 1 - 1/3. ഇവിടെ 3 ആയതുകൊണ്ട് 3/3 നിന്ന് 1/3 പോയാൽ ബാക്കി 2/3 ഇൻറ്റു 1 - 1/4. ഇവിടെ 4 ആയതുകൊണ്ട് 4/4 നിന്ന് 1/4 പോയാൽ ബാക്കി 3/4 ഇൻറ്റു അങ്ങനെ പോയി 1 - 500. ഇവിടെ 500 ആയതുകൊണ്ട് ഈ 1നെ നമുക്ക് 500/500 എന്ന് വിളിക്കാം. 500/500 നിന്ന് 1/500 പോയാൽ ബാക്കി 499/500 ആണ്. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇത് വെട്ടി, ഇത് വെട്ടി, ഇത് വെട്ടും, ഇത് വെട്ടും, ഇത് വെട്ടും, ലാസ്റ്റ് ഇതുകൂടെ വെട്ടി തീരും. ബാക്കിയുള്ളത് മേളിൽ ഒരു 1 താഴെ ഒരു 500. നമ്മുടെ ഉത്തരം 1/500 പക്ക. അടുത്ത് 1 - 1/2 തുടങ്ങി, 1/4 തുടങ്ങി. 1 - 1/4 ഇൻറ്റു 1 - 1/5 ഇൻറ്റു 1 - 1/6 ഇൻറ്റു അങ്ങനെ 1 - 1/50. 1 - 1/4 എങ്ങനെ കാണും? ഇവിടെ 4 വന്നുകൊണ്ട് നമുക്കിവരെ 4/4 എന്ന് ആലോചിക്കാം. 1നെ 4/4 നിന്ന് 1/4 പോയാൽ ബാക്കി 3/4 ഇൻറ്റു ഇവിടെ 5 വന്നുകൊണ്ട് ഈ 1നെ നമുക്ക് 5/5 എന്ന് ആലോചിക്കാം. 5/5 നിന്ന് 1/5 പോയാൽ ബാക്കി 4/5 ഇൻറ്റു ഇവിടെ 6 വന്നതുകൊണ്ട് ഈ 1നെ നമുക്ക് 6/6 എന്ന് ആലോചിക്കാം. 6/6 നിന്ന് 1/6 പോയാൽ ബാക്കി 5/6. അങ്ങനെ പോയി 1/50. 50/50 നിന്ന് 1/50 പോയാൽ ബാക്കി 49/50. ഇനി വെട്ടിത്തകർക്കുന്നത് നോക്കാം. ഇത് പോയി, ഇത് പോയി, ഇത് പോയി, ഇത് പോയി, ഇത് പോയി, ഇത് പോയി. അപ്പൊ മക്കളെ ബാക്കി മേളിൽ ഒരു 3 കൊണ്ട് താഴെ ഒരു 50 കൊണ്ട്. നമ്മുടെ ഉത്തരം 3/50. 3/50. 3/50. കാര്യം വെട്ടിക്കളയുമ്പോൾ ഇതും പോയി, ഇതും പോവും, ഇതും പോവും, ഇതും പോവും, ഇതും പോവും, ഇതും പോവും, ഇതും പോവും. ബാക്കിയുള്ളത് മേളിൽ ഒരു 3 താഴെ ഒരു 50. കണ്ടോ, മേളിൽ ഒരു 3 താഴെ ഒരു 50. സോ മേളിൽ 3 താഴെ 50. നമ്മുടെ ഉത്തരം 3/50. ഇനി ഞാൻ എല്ലാവരോടും കൂടെ ഒരു കാര്യം കൂടെ പറയട്ടെ, ശ്രദ്ധിക്കുക. ഈ ഒരു പാറ്റേണിൽ വരുന്ന ചോദ്യമാണെങ്കിൽ ഇതിനൊരു ട്രിക്കുണ്ട്. എല്ലായിടത്തും അല്ല, ഈ ഒരു പാറ്റേണിൽ. ഈ പാറ്റേൺ മാറിയാൽ ഉത്തരവ് മാറും. അതുകൊണ്ടാണ് ഞാനിത് ഡയറക്റ്റായിട്ട് ചെയ്ത് കാണിച്ചത്. ഏത് പാറ്റേൺ? 1 - 1/2 തുടങ്ങണം. 1 - 1/2 ഇൻറ്റു 1 - 1/3 ഇൻറ്റു 1 - 1/4 ഇൻറ്റു അങ്ങനെ പോകുന്ന ചോദ്യമാണെങ്കിൽ ഈ ലാസ്റ്റിലത്തെ ഭിന്നസംഖ്യ ആയിരിക്കും ഉത്തരം. ലാസ്റ്റിലത്തെ ഭിന്നസംഖ്യ എന്തോ 1/20. 1/20 എവിടെ? ഇത് സ്ഥിരമാണ്, പക്ഷെ ഈ പാറ്റേൺ ആണോ എന്ന് ഉറപ്പിക്കണം. അതുകൊണ്ടാണ് ഞാൻ പ്രോപ്പറായി ചെയ്ത് കാണിച്ചത്. ആ പാറ്റേൺ ഞാൻ ഒന്നുകൂടെ പറയുന്നു. 1 - 1/2 ഇൻറ്റു 1 - 1/3. 1/2 തന്നെ തുടങ്ങണം. 1 - 1/3 ഇൻറ്റു 1 - 1/4 ഇൻറ്റു അങ്ങനെ പോയി 1 - 1/20. നമ്മുടെ ലാസ്റ്റ് ഭിന്നസംഖ്യ 1/20. കണ്ടോ? ഇനി ഇതേ സ്ഥാനത്ത് കണ്ടോ അടുത്ത് 1 - 1/2 ഇൻറ്റു 1 - 1/3 ഇൻറ്റു 1 - 1/4 ഇൻറ്റു അങ്ങനെ പോയി 1 - 1/500. കണ്ടോ? 1/2 തുടങ്ങി, 1/3 ആയി, 1/4 ആയി, അങ്ങനെ 1/500 ആയി. ലാസ്റ്റ് ഭിന്നസംഖ്യ 1/500 ഈസ് അവർ ആൻസർ. പക്ക. പക്ഷേ ഇവിടെ ഇതല്ല. അതുകൊണ്ടാണ് ഞാൻ രണ്ടും എല്ലാം ചെയ്ത് കാണിച്ചത്. കണ്ടോ, ഇവിടെ 1/2
1-1/4, 1/5, 1/6 അങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് വരാം. അവിടെ നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ ലാസ്റ്റ് ഭിന്നസംഖ്യ എടുക്കാം എന്ന് പറയാൻ പറ്റുമോ? 1/50 എടുക്കാൻ പറ്റുമോ? ഓപ്ഷനിൽ കാണും, പക്ഷെ അത് തെറ്റായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പ്രോപ്പറായി ചെയ്ത് കാണിച്ച് വെട്ടി ഇതിൻ്റെ ഉത്തരം എങ്ങനെയാ വരും. ഇത് ഡയറക്റ്റായിട്ട് നമ്മൾ വെട്ടുമ്പോൾ മോളി 3 താഴെ 50. ഇത് രണ്ടും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. പിന്നെ അങ്ങനെയുള്ള ചോദ്യം 1/2 തുടങ്ങുന്നതെങ്കിൽ അതിൻ്റെ ഉത്തരം ലാസ്റ്റ് ഭിന്നസംഖ്യയാണ് എന്നത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, പ്രയോജനപ്പെടും. അടുത്ത ചോദ്യം, ദ സം ഓഫ് 2 numbers is 8 and the product is 15. What is the sum of their reciprocals? 2024 ചോദിച്ച ചോദ്യം. മലയാളത്തിൽ പറഞ്ഞാൽ 2 സംഖ്യകളുടെ തുക 8, അതായത് 2 സംഖ്യകൾ തമ്മിൽ കൂട്ടുമ്പോൾ 8 കിട്ടും. ആൻഡ് ദ പ്രോഡക്റ്റ് ഈസ് 15 എന്ന് പറഞ്ഞാൽ അവർ തമ്മിൽ ഗുണിക്കുമ്പോൾ 15 കിട്ടും. വാട്ട് ഈസ് ദ സം ഓഫ് ദെയർ റെസിപ്രോക്കൽസ് എന്ന് പറഞ്ഞാൽ ഈ സംഖ്യകളുടെ വ്യുൽക്രമങ്ങളുടെ തുക എത്ര എന്നതാണ് ചോദ്യം. ഒന്നുകൂടെ പറയുന്നു, 2 സംഖ്യകളുടെ തുക 8 ആണ്, 2 സംഖ്യകളുടെ ഗുണനഫലം 15 അങ്ങനെയാണെങ്കിൽ ഈ സംഖ്യകളുടെ വ്യുൽക്രമങ്ങളുടെ തുക എത്ര എന്നതാണ് ചോദ്യം. അപ്പോൾ ഇത് പ്രോപ്പറായി എങ്ങനെ ചെയ്യാം? മക്കളെ, ഒരു സംഖ്യ ഞാൻ എ എന്നും ഒരു സംഖ്യ ഞാൻ ബി എന്നും വിളിച്ചു. ഇപ്പം 2 സംഖ്യ, ഒരെണ്ണം എയും ഒരെണ്ണം ബിയും. ഈ സംഖ്യകൾ കൂട്ടുമ്പോൾ 8 കിട്ടും. കൂട്ടുമ്പോൾ 8 കിട്ടുക എന്ന് പറഞ്ഞാൽ a+b അല്ലേ 8. ഈ സംഖ്യകൾ ഗുണിക്കുമ്പോൾ 15 കിട്ടും. ഗുണിക്കുമ്പോൾ 15 കിട്ടുക എന്ന് പറഞ്ഞാൽ a × b, ab അല്ലേ 15. അപ്പോൾ 2 സംഖ്യകൾ കൂട്ടുമ്പോൾ 8. അപ്പോൾ a+b എന്ന് പറയുന്നത് 8. 2 സംഖ്യകൾ ഗുണിക്കുമ്പോൾ 15. അപ്പോൾ ab എന്ന് പറയുന്നത് 15. നമുക്ക് വേണ്ടിയത് ഇവരുടെ വ്യുൽക്രമങ്ങളുടെ തുകയാണ് വേണ്ടിയത്. അപ്പോൾ ഈ സംഖ്യകളുടെ വ്യുൽക്രമം എന്ന് പറഞ്ഞാൽ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ തിരിച്ചിടുക എന്നാണ്. ഇപ്പം 2/3 വ്യുൽക്രമം എന്ന് പറഞ്ഞാൽ 3/2 ആണ്. 5 വ്യുൽക്രമം എന്ന് പറഞ്ഞാൽ 1/5 ആണ്. 6/7 വ്യുൽക്രമം എന്ന് പറഞ്ഞാൽ 7/6 ആണ്. 6/5 വ്യുൽക്രമം എന്ന് പറഞ്ഞാൽ 5/6 ആണ്. സംഭവം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പൊ ഈ സംഖ്യകൾ വ്യുൽക്രമം തിരിച്ചിട്ട് കൂട്ടുക എന്ന് പറയുന്നത്. എയെ തിരിച്ചിട്ടാൽ മക്കളെ 1/a ആണ്. ഓക്കെ. ബിയെ തിരിച്ചിട്ടാൽ മക്കളെ 1/b ആണ്. ഇത് രണ്ടും കൂട്ടുമ്പോൾ എന്ത് കിട്ടും? ഇതാണ് ചോദ്യം. വ്യുൽക്രമം എന്ന് പറഞ്ഞാൽ തിരിച്ചിടുക. സംഖ്യ എ ആണ്, എ തിരിച്ചിട്ട 1/a. സംഖ്യ ബി ആണ്, ബിയെ തിരിച്ചിട്ട 1/b. ഇനി ഇത് കൂട്ടുന്നത് എങ്ങനെ? ഇത് ക്രോസ് ചെയ്യുമ്പോൾ ബി എന്ന് വരും, പ്ലസ് ഇത് ക്രോസ് ചെയ്യുമ്പോൾ എ എന്ന് വരും, ഡിവൈഡഡ് ബൈ ഇത് രണ്ടുകൂടെ ക്രോസ് ചെയ്യുമ്പോൾ a × b, ab. ഇത് ക്രോസ് ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങളെ ബി എന്ന് വരും, ഇത് ക്രോസ് ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങളെ എ എന്ന് വരും. അപ്പൊ b+a ഡിവൈഡഡ് ബൈ ab എന്ന് വന്നു. മക്കളെ, b+a എന്ന് പറഞ്ഞാലും a+b എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെ. ആലോചിച്ച് നോക്ക്. ഇപ്പൊ 5ഉം 3ഉം കൂടെ കൂട്ടിയാലും 8 ആണ്, 3ഉം 5ഉം കൂടെ കൂട്ടിയാലും 8 ആണ്. അപ്പൊ b+a എന്ന് പറഞ്ഞാലും a+b എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെ. a+b 8 അല്ലേ? അപ്പൊ b+aയും 8. എ ബിയുടെ വാല്യൂ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു വെച്ചു, അല്ല ക്വസ്റ്റിന് തന്നിട്ടുണ്ട് 15. അപ്പൊ നമുക്ക് പറയാം 8/15 ആണ് ഉത്തരം. എങ്ങനെയുണ്ട്? നമ്മൾ ചെയ്ത പ്രോപ്പർ സ്റ്റെപ്പ് പറയാം. 2 സംഖ്യ, ഒരെണ്ണം എ ഒരെണ്ണം ബി. 2 സംഖ്യകളുടെ തുക നമ്മളോട് പറയുന്നു 8, a+b 8. 2 സംഖ്യകളുടെ ഗുണനഫലം നമ്മളോട് പറയുന്നു 15, എ ബി എന്ന് പറയുന്നത് 15. ഈ സംഖ്യകളുടെ വ്യുൽക്രമങ്ങളുടെ തുക, അപ്പൊ എയെ തിരിച്ചിട്ടാൽ 1/a ആണ്, ബിയെ തിരിച്ചിട്ടാൽ 1/b ആണ്. 1/aയും 1/bയുടെ കൂട്ടുമ്പോൾ ഇത് ക്രോസ് ചെയ്താൽ ബി, പ്ലസ് ഇത് ക്രോസ് ചെയ്താൽ എ, b+a ഡിവൈഡഡ് ബൈ എ ബി. b+a എന്ന് പറഞ്ഞാലും a+b എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെ, 8. എ ബി എന്ന് പറഞ്ഞാൽ 15. നമ്മുടെ ഉത്തരം 8/15 ആണ്. ഇനി ഇത് ഇങ്ങനെയാ ചെയ്യുന്നത്. ഇത് വളരെ പെട്ടെന്ന് ചെയ്യാനായിട്ട് ഒരു ടെക്നിക്ക് പറയട്ടെ. ഈ മോഡലിലുള്ള ചോദ്യമാണെങ്കിൽ, ഏതു മോഡൽ? 2 സംഖ്യകളുടെ തുകയും അവരുടെ ഗുണനഫലവും തന്നിട്ട് വ്യുൽക്രമങ്ങളുടെ തുക കാണാൻ പറഞ്ഞാൽ, ഒന്നുകൂടെ പറയുന്നു, ഏതെങ്കിലും ഒരു 2 സംഖ്യകളുടെ തുകയും ഗുണനഫലവും തന്നിട്ട്
വിൽക്രമങ്ങളുടെ തുക കാണാൻ പറഞ്ഞാൽ നമ്മൾ നോർമൽ തുക എടുത്ത് മുകളിൽ എഴുതുക, ഗുണനഫലം എടുത്ത് താഴെ എഴുതുക, കഴിഞ്ഞു. ഒന്നുകൂടെ പറയുന്നു, നോർമൽ തുക എടുത്ത് മേളിൽ എഴുതുക, ഗുണനഫലം എടുത്ത് താഴെ എഴുതുക. അപ്പൊ സിമ്പിളായി പറഞ്ഞാൽ ഒരു 2 പ്രാവശ്യം പറഞ്ഞു നോക്കിക്കേ. 2 സംഖ്യകളുടെ വിൽക്രമങ്ങളുടെ തുക സമം തുക ബൈ ഗുണനഫലം. അപ്പൊ വിൽക്രമങ്ങളുടെ റെസിപ്രോക്കലിന്റെ സം ഓഫ് റെസിപ്രോക്കൽസ് ആണ് ചോദിച്ചേക്കുന്നത്. അത് കാണാൻ നോർമൽ സം മേളിൽ 8, ഗുണനഫലം താഴെ 15. നമ്മുടെ ഉത്തരം 8/15 എന്ന് നിസ്സംശയം നമുക്ക് പറയാം. അടുത്ത് ഇതേപോലെ 2 ചോദ്യം ഞാൻ ചെറുതാക്കി എഴുതിയിട്ടുണ്ട്. നമുക്ക് ഒരുമിച്ച് ചോദ്യം വായിക്കണം, എന്നിട്ട് ഒരുമിച്ച് ഇതിന്റെ ഉത്തരം ചെയ്യാൻ ശ്രമിക്കുകയും വേണം. The sum of 2 numbers is 20 and their product is 160. മലയാളത്തിൽ പറഞ്ഞാൽ 2 സംഖ്യകളുടെ തുക 20, അവരുടെ ഗുണനഫലം 160. ഈ സംഖ്യകളുടെ വിൽക്രമങ്ങളുടെ തുക വേണം. വിൽക്രമം ഫൈൻഡ് ദി സം ഓഫ് ദെയർ റെസിപ്രോക്കൽസ്. വിൽക്രമങ്ങളുടെ തുക കാണാൻ നോർമൽ തുക മുകളിൽ എഴുതുക 20, ഗുണനഫലം താഴെ എഴുതുക 160. ഈ 0 വെട്ടും, 2ഉം 16 വെട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഉത്തരം 1/8 ആണ്. സെറ്റാണ്, മുമ്പോട്ട് പോവാം. 1, 8 മുമ്പോട്ട് പോവാം. ഇനി 2 സംഖ്യകളുടെ സം 80, 2 സംഖ്യകളുടെ പ്രോഡക്റ്റ് 4000. അതായത് ഫൈൻഡ് ദി സം ഓഫ് ദെയർ റെസിപ്രോക്കൽസ്. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ദ സം ഓഫ് 2 numbers is 80. 2 സംഖ്യകളുടെ തുക 80. ആൻഡ് ദർ പ്രോഡക്റ്റ് ഈസ് 4000. അവരുടെ ഗുണനഫലം 4000. ഫൈൻഡ് ദി സം ഓഫ് ദെയർ റെസിപ്രോക്കൽസ്. എങ്കിൽ ആ സംഖ്യകളുടെ വിൽക്രമങ്ങളുടെ തുക എത്ര? ഒന്നുമില്ല. 2 സംഖ്യകളുടെ വിൽക്രമങ്ങളുടെ തുക കാണാൻ നോർമൽ തുക എടുത്ത് മുകളിൽ എഴുതുക 80, എന്നിട്ട് അവരുടെ ഗുണനഫലം എടുത്ത് താഴെ എഴുതുക 4000. നോർമൽ തുക മുകളിൽ 80, ഗുണനഫലം താഴെ 4000. ഈ 80ഉം 4000ഉം ഓപ്ഷനിൽ കണ്ടില്ലേ, പേടിക്കണ്ട, നമുക്ക് വെട്ടാം. മേളിൽ നിന്നും താഴെ നിന്ന് 2 0 ക്യാൻസൽ. 8ഉം 400ഉം 8 കൊണ്ട് വെട്ടിയാൽ 1, 4 5, 5 40 50. സോ നമ്മുടെ ഉത്തരം 1/50 ആണ്. മേളിലും താഴെയും 0 ക്യാൻസൽ ചെയ്തു. 8/400. 8/400 എന്ന് പറഞ്ഞാൽ മേളിൽ 8 കൊണ്ട് ഹരിച്ചാൽ 1, 400 8 കൊണ്ട് ഹരിച്ചാൽ 5, 400 8 കൊണ്ട് ഹരിച്ചാൽ 50. സോ നമ്മുടെ ഉത്തരം 1/50 എന്ന് നിസ്സംശയം നമുക്ക് പറയാം. അടുത്ത ചോദ്യം 2024 ഡിഗ്രി പ്രിലിംസിന്റെ ഫേസ് 3 ആണ് ഈ ചോദ്യം. സീത റീഡ്സ് 1/4 പാർട്ട് ഓഫ് എ ബുക്ക് ഇൻ 1 hour. 1 മണിക്കൂർ കൊണ്ട് ഒരു ബുക്കിന്റെ 1/4 ഭാഗം സീത വായിച്ചു. ഹൗ മച്ച് പാർട്ട് ഓഫ് ദി ബുക്ക് വിൽ ബി റീഡ് ഇൻ 2 1/5 hours. എങ്കിൽ 2 1/5 മണിക്കൂർ കൊണ്ട് എത്ര ഭാഗം? ഒന്നുകൂടെ പറയുന്നു മലയാളത്തിൽ. 1 മണിക്കൂർ കൊണ്ട് 1/4 ഭാഗം വായിച്ചു. അങ്ങനെയാണ് 2 1/5 മണിക്കൂർ കൊണ്ട് എത്ര വായിക്കും എന്നതാണ് ചോദ്യം. 1 മണിക്കൂർ കൊണ്ട് 1/4, അങ്ങനെയാണ് 2 1/5 മണിക്കൂർ കൊണ്ട് എത്ര? ഇത് വളരെ സിമ്പിൾ അല്ലേ? 1 മണിക്കൂർ കൊണ്ട് 1/4 ആണെങ്കിൽ 2 1/5 മണിക്കൂർ കൊണ്ട് എത്ര എന്ന് കാണാൻ ഇൻറ്റു 2 1/5 ചെയ്താൽ പോരെ? വളരെ സിമ്പിൾ അല്ലേ? അപ്പൊ ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞാൻ 1 മണിക്കൂർ കൊണ്ട് 5 മിഠായി കഴിച്ചു. അങ്ങനെയാണ് 2.5 മണിക്കൂർ കൊണ്ട് എത്ര കഴിക്കുമെന്നറിയാൻ 5 × 2.5. അല്ലെ ഞാൻ 1 മണിക്കൂർ കൊണ്ട് 8 മിഠായി കഴിച്ചു. അങ്ങനെയാണ് 10 മണിക്കൂർ കൊണ്ട് എത്ര എണ്ണം കഴിക്കുമെന്നറിയാൻ ഇൻറ്റു 10 ചെയ്താൽ പോരെ? അതേപോലെ 1 മണിക്കൂർ കൊണ്ട് 1/4 ഭാഗം വായിച്ചു. അങ്ങനെയാണ് 2 1/5 മണിക്കൂർ കൊണ്ട് എത്ര വായിക്കുമെന്നറിയാൻ ഇൻറ്റു 2 1/4 ചെയ്താൽ പോരെ? 1 മണിക്കൂർ കൊണ്ട് 1/4, 2 മണിക്കൂർ കൊണ്ട് എത്ര എന്നറിയാൻ ഇൻറ്റു 2, 3 മണിക്കൂർ കൊണ്ട് എത്ര എന്നറിയാൻ ഇൻറ്റു 3, 4 മണിക്കൂർ കൊണ്ട് എത്ര എന്നറിയാൻ ഇൻറ്റു 4. ഇവിടെ ഒന്നുകൂടെ പറയുന്നു, 1 മണിക്കൂർ കൊണ്ട് 1/4 ഭാഗം വായിച്ചു. എങ്കിൽ 2 1/5 മണിക്കൂർ കൊണ്ട് എത്ര വായിക്കുമെന്നറിയാൻ
1/4 ഇൻറ്റു 2 1/5. 2024 ചോദ്യം. ഇത് ഞാൻ പറഞ്ഞല്ലോ, മിക്സഡ് മാറ്റണം. മിക്സഡ് കൂട്ടലും കുറയ്ക്കലും ഒഴിച്ച് ഏത് ഓപ്പറേഷൻ വന്നാലും മിക്സഡ് മാറ്റണം. 1/4 അതുപോലെ എഴുതി ഇൻറ്റു 5 2 10. 10 ഒന്നുകൂടെ കൂട്ടുമ്പോൾ 11. 11/5 എന്ന് വന്നു. കാര്യം 2 1/5 2 10, 10 1 11, 11/5. ഇനി തമ്മിൽ വെട്ടാൻ വല്ലതും ഉണ്ടോ എന്ന് നോക്കണം. ഇല്ല. പിന്നെ നോർമലി ഗുണിക്കുക. 11 1 കൂടെ ഗുണിക്കുമ്പോൾ 11, 4 5 കൂടെ ഗുണിക്കുമ്പോൾ 20. നമ്മുടെ ഉത്തരം 11/20 ആണ്. ഓപ്ഷൻ ഡി ഈസ് അവർ ആൻസർ. ചെയ്ത സ്റ്റെപ്പ് ഒന്നുകൂടെ പറയുന്നു. 1 മണിക്കൂർ കൊണ്ട് 1/4. അപ്പൊ 2 1/5 മണിക്കൂർ കൊണ്ട് എത്ര എന്നറിയാൻ ഇൻറ്റു 2 1/5. ഇനി ഈ 2 1/5 നമ്മൾ മാറ്റാൻ മിക്സഡ് മാറ്റുക. 2 5 10. 10 ഒന്നുകൂടെ കൂട്ടുമ്പോൾ 11. 11/5. തമ്മി വെട്ടാനൊന്നുമില്ല. 1 11 കൂടെ ഗുണിക്കുമ്പോൾ 11, 4 5 കൂടെ ഗുണിക്കുമ്പോൾ 20. സോ നമ്മുടെ ഉത്തരം 11/20 ആണ്. സെറ്റാണ്. മുമ്പോട്ട് പോവാം. ഇനി ഇതല്ല, ക്രോസ് ചെയ്തൊക്കെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അതായത് 1 മണിക്കൂർ കൊണ്ട് 1/4. 2 1/5 മണിക്കൂർ കൊണ്ട് എത്രാടാ മോനെ എന്ന് ക്രോസ് ചെയ്ത് നോക്കിയാലും ഉത്തരം കിട്ടും. പിന്നെ ഇത് വളരെ സിമ്പിളാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്. 1 മണിക്കൂർ കൊണ്ട് 1/4 ആണ്. 2 1/5 മണിക്കൂർ കൊണ്ട് എത്ര എന്ന് ക്രോസ് ചെയ്താലും ഉത്തരം കിട്ടും. പക്ഷെ ഇത് നമുക്ക് വളരെ സിമ്പിൾ ആയതുകൊണ്ട് ഇങ്ങനെ ഒറ്റയടി ഗുണിച്ചാൽ മതി. ഓക്കെ, അടുത്ത ചോദ്യം. ദ ഡെസിമൽ നമ്പർ ഈക്വലൻ ടു 1/5, 1/4, 3/10 ഈസ് ഡാഷ്. 1/5 പ്ലസ് 1/4 പ്ലസ് 3/10 ഈസ് ഡാഷ്. 2023 ഡിഗ്രി പ്രിലിംസിന് വന്ന ചോദ്യം. 1/5 പ്ലസ് 1/4 പ്ലസ് 3/10 തുല്യമായ ഡെസിമൽ നമ്പർ എന്താണ് എന്നതാണ് ചോദ്യം. ഇത് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാം. അതായത് 1/5, 1/10, 3/10 ഇതെല്ലാം കൂടെ കൂട്ടുക. എന്നിട്ട് ആ കിട്ടുന്നതിനെ ഹരിച്ചിട്ട് പോയിന്റ് ആക്കുക. അതായത് ഇവർക്ക് തുല്യമായൊരു പോയിന്റ് വാല്യൂ. അതിനേക്കാളും നല്ലത് ഓരോന്നിൻ്റെയും പോയിന്റ് വാല്യൂ എത്ര ആണെന്ന് നോക്കുക. ഇത് ഫുള്ള് കൂട്ടിയിട്ട് ആ ലാസ്റ്റിൽ കിട്ടുന്നതിനെ പോയിന്റ് ആക്കിയാലും മതി. പക്ഷെ ഇത് അത്ര സിമ്പിൾ നമ്പേഴ്സ് ആയത്. 1/5 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ 1നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. 1/5 എന്ന് പറഞ്ഞാൽ അത് 0.2 ആണ്. എന്താ? 0.2. അതെങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചാൽ വേണമെങ്കിൽ നിങ്ങൾക്ക് 1നെ 5 കൊണ്ട് ഹരിക്കാം. 1നെ 5 കൊണ്ട് ഹരിക്കാൻ പറ്റാത്തതുകൊണ്ട് 0.8 10 ഇട്ടു 0.2 എന്നാക്കാം. ഇനി അതല്ല, ചെറിയ ക്ലാസ്സുകളിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, 10th പ്രിലിംസിലൊക്കെ പറയുന്നതാണ്. 1/5നെ ദശാംശമാക്കാൻ 5നെ നമുക്ക് 10 ആക്കാൻ പറ്റും. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഛേദം 5 ആണ്. 5നെ 10 ആക്കാൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇതേ 2 തന്നെ മേളിൽ മൾട്ടിപ്ലൈ ചെയ്യണം. കാര്യം ഒരു സംഖ്യയെ ഒരിടത്ത് മാത്രം മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഇവിടെ 2 കൊണ്ട് ചെയ്താൽ അവിടെ 2 × 1 2, 5 × 2 10, 2/10. ഏതെങ്കിലും ഒരു സംഖ്യയെ 10 കൊണ്ട് ഹരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാനം മാറ്റി പോയിന്റ് ഇട്ടാൽ മതി. 0.2. അങ്ങനെ വേണേലും നിങ്ങൾക്ക് എടുക്കാം. ഒന്നുകൂടെ 1/5നെ ഞാൻ 5നെ 10 ആക്കാൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു താഴത്തെ. ഇതേ 2 തന്നെ മേളിൽ. 1 2 2, 5 2 10, 2/10. ഏതെങ്കിലും ഒരു സംഖ്യയെ 10 കൊണ്ട് ഹരിക്കാൻ ഒരു സ്ഥാനം മാറ്റി പോയിന്റ് ഇട്ടു 0.2 പ്ലസ്. മക്കളെ 1/4 എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാം, പണ്ട് മുതലേ അത് 0.25 ആണെന്ന് അല്ലേ? ആലോചിച്ച് നോക്ക്. പണ്ട് നമ്മൾ വീട്ടിലൊക്കെ പറയാറില്ലേ 1/4 കിലോ പഞ്ചസാര. അതിന് ചിലപ്പോൾ പറയാറുണ്ട് 250 പഞ്ചസാര എന്നൊക്കെ വീട്ടിൽ പറയാറുണ്ട്. ആലോചിച്ച് നോക്ക്. അല്ലെ 1/4 കിലോ തേയില വാങ്ങിച്ചോണ്ട് വാ. ചിലപ്പോൾ പണ്ടത്തെ ആളുകൾ പറയുന്നത് 250 തേയില. അപ്പൊ ആ ഒരു രീതിയിൽ ഈ 1/4 എന്ന് പറഞ്ഞാൽ 0.25 ആണെന്നും 1/2 എന്ന് പറഞ്ഞാൽ 0.5 ആണെന്നും 3/4 എന്ന് പറഞ്ഞാൽ 0.75 ആണെന്നും അങ്ങ് പഠിച്ചു വെച്ചോണം. ഇനി 3/10
ഏതെങ്കിലും ഒരു സംഖ്യയെ 10 കൊണ്ട് ഹരിക്കാൻ ഒരു സ്ഥാനം പുറകോട്ട് മാറ്റി പോയിന്റ് ഇടണം. പണ്ട് പോലെ നമുക്കറിയാം 0.3. അപ്പോൾ നമുക്ക് 1/5ന്റെ വാല്യൂ 0.2 ആണെന്ന് കിട്ടി, 1/4ന്റെ വാല്യൂ 0.25 ആണെന്ന് കിട്ടി, 3/10ന്റെ വാല്യൂ 0.3 ആണെന്ന് കിട്ടി. ഇനി ഇതെല്ലാം കൂട്ടിയാൽ പോരെ. 0.2, 0.25, 0.3 കൂട്ടുന്നു, അറ്റത്ത് 5 വന്നു, പിന്നെ 2 3 2 2 4 4 3 7. അപ്പം നമുക്ക് പറയാം നമ്മുടെ ഉത്തരം 0.75 ആണ്. ഓപ്ഷൻ സി ഈസ് അവർ ആൻസർ. എടോ ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ 1/5, 1/4, 3/10 ഇതെല്ലാം കൂടെ കൂട്ടി നോക്കുക. ഈ കൂട്ടി നോക്കിയാലും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഉത്തരം 3/4 ആയിരിക്കും. മറ്റേ LCM ഒക്കെ എടുത്ത് ആ 3/4ന്റെ വാല്യൂ എന്ന് പറഞ്ഞാലും 0.75 ആണ്. അതായത് 3നെ 4 കൊണ്ട് ഹരിച്ചാലും 0.75 കിട്ടും. അങ്ങനെ വേണേ ചെയ്യാം. 100% ശരിയാണ്. ഇനി അതല്ല, നിങ്ങൾക്കറിയാം 1/5 0.2, 1/4 0.25, 3/10 പണ്ട് മുതലേ നമുക്കറിയാം 0.3. ഇതെല്ലാം കൂട്ടുന്നു, കൂട്ടി നോക്കുന്നു. ഇത് 5, ഇത് 7. നമ്മുടെ ഉത്തരം 0.75, ഓപ്ഷൻ സി. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓക്കെ ആണ് എന്ന് വിശ്വസിക്കുന്നു. ഡിഗ്രി ലെവൽ പ്രിലിംസ്, മെയിൻസ് പരീക്ഷകൾക്ക് നാളിതുവരെ ഭിന്നസംഖ്യകളുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ചോദ്യങ്ങൾ വന്നോ അത് മുഴുവൻ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ചെയ്തു പോയിട്ടുണ്ട്. കൃത്യമായും ഒന്നുകൂടെ ചെയ്തു നോക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുന്ന കാര്യം മറന്നു പോകണ്ട. എക്സ്ട്രാ ഒരുപാട് ഈ പോർഷനുമായി ബന്ധപ്പെട്ട എക്സ്ട്രാ ചോദ്യങ്ങൾ ഇപ്പം നമ്മൾ അവിടെ ഇടും. അതും കൂടെ ചെയ്തു നോക്കുക, സെറ്റാവുക. അപ്പോൾ തൊട്ടടുത്ത ദിവസം മറ്റൊരു ക്ലാസ്സിൽ വേഗം കാണാമെന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു. സൈനിങ് ഓഫ്, ജെറി.